നമസ്കാരം. ദിലീപും നാദിർ ഷായും ചേർന്നൊരുക്കുന്ന ദേ മാവേലി കൊമ്പത്ത് എന്ന ഹാസ്യ പരമ്പര 15 വർഷം പിന്നിടുകയാണ്. ഇതിൻ്റെ അണിയറ ശില്പികൾക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നന്മകളും നേരുന്നു. നമസ്കാരം. ഞാനൊരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കാര്യം ആലോചിക്കണം. കലാഭവൻ മണി എന്ന് പറയുന്ന ഞാൻ ആദ്യമായിട്ടൊരു നാടൻപാട്ട് പാടിയത് നാദിർഷയുടെ കാസറ്റായ ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ കാസറ്റിലാണ്. എന്തായാലും ഞാൻ അന്ന് പാടിയ നാടൻപാട്ട് ഇപ്പോഴും ഞാൻ നാദിർഷയുടെ കാസറ്റിൽ പാടിയത് ഓർക്കണ്ട. ഞാൻ വടക്കോട്ട് പോയിപ്പ മാവുമ്മ മാങ്ങ തൂശുമ കൂന്താര, ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൂശുമ കൂന്താര, അടി പൂളുമ്മ ചൊമ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ട അടി. നാദിർഷയുടെ കാസറ്റിൽ ഈ തവണ ഞാനും ഒരു പാട്ട് പാടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓണത്തിന് വളരെ അടിച്ചു പൊളിച്ചിരിക്കുന്ന സമയമായിരിക്കും. ആ ഓണസദ്യയുടെ കൂട്ടത്തിൽ ഈ കലാഭവൻ മണിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നാദിർഷയോട് ചോദിച്ചു വാങ്ങിച്ച് പാടിയ പാട്ടാണ്. പിടിക്കുമ്പോൾ പുളിങ്കൊമ്പിൽ പിടിക്കാമെന്ന് കാർന്നമാർ ചൊല്ലു പറയാമെന്ന്. പക്ഷേ ഞാൻ ഈ തവണ പിടിച്ചിരിക്കുന്ന കൊമ്പ് ദേ മാവേലി കൊമ്പത്ത്. ആ കൊമ്പിൻ്റെ ഏതെങ്കിലും ഒരു ചില്ലയിൽ ഈ കലാഭവൻ മണി ഉണ്ടാവും. നിങ്ങൾ കാണുക. നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കഴിഞ്ഞ 14 വർഷമായിട്ട് നാദ് ഗ്രൂപ്പിൻ്റെ ദേ മാവേലി കൊമ്പത്തുമായിട്ട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാറുണ്ട്. ഈ ഓണക്കാലത്ത് ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അഭിമാന പുരസ്സരം വിഭവസമൃദ്ധമായ ഒരു കോമഡി സദ്യയുമായി. അപ്പോൾ സദ്യ വിളമ്പല്ലേ? ദേ മാവേലി കൊമ്പത്ത്. പരശുരാമൻ മഴുവെറിഞ്ഞു വീണ്ടെടുത്ത കേരളം, ആ കേരളത്തിൽ സമരക്കാര് തല്ലിത്തീർത്ത കോവളം. നോക്കുവിൻ ജനങ്ങളെ, ദൈവത്തിൻ്റെ നാടിതോ, മിണ്ടിപ്പോയാൽ വെട്ടും കുത്തും ശീലമാക്കിയ നാടിതോ. പാഠപുസ്തകത്തിൽ കാട്ടും തോന്നിവാസലീലകൾ, പഠനമെന്നു കഠിനമല്ല കപടമാണെന്നോർക്കണം. മന്ത്രി മക്കളെ വളർത്തി ലണ്ടനില്ലയക്കണ്, ഇവിടെയുള്ള കുട്ടികളോ മണ്ടരായി പഠിക്കണ്. നാട്ടിൽ മൊത്തം പടപടാന്ന് ബോംബിൻ ശബ്ദം കേൾക്കണ്, ആ ബോംബ് പൊട്ടി നിരപരാധി തുരുതുരാ മരിക്കണ്. ഓർക്കുവിൻ സഹോദരേ, എന്തിനിത്ര ക്രൂരത, എത്ര കുടുംബം ഇന്ന് അനാഥരാകി മാറണ്. മാനവക്കരാറു ചൊല്ലി പാർട്ടിക്കാരു സമരമാ, സത്യമീക്കരാറു തന്നെ എന്തു വലിയ കുന്തമാ. സ്വന്ത ജീവിതം ബലി കൊടുത്തു ശണ്ട കൂടണ്, പരശുരാമൻ വീണ്ടെടുത്തൊരബദ്ധമാണ് കേരളം. സ്വന്ത ജീവിതം ബലി കൊടുത്തു ശണ്ട കൂടണ്, പരശുരാമൻ വീണ്ടെടുത്ത അബദ്ധമാണു കേരളം. പ്രിയമുള്ളവർ, സെൻട്രൽ ജയിൽ അന്തേവാസികളുടെ വാരാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്ത് അവർക്ക് കസ്റ്റമർ മേടിക്കുന്നതാണ്. താങ്ക് യു. ഞാൻ പിടിയെ പറയാം.
വെറുതെ ബഹളം കൂട്ടാണ്ട് എല്ലാവരും എന്താണ് ഇവിടെ തിരക്കും ബഹളവും? എനിക്കറിയില്ല സാറേ, വേറെ ഒരു മത്സരത്തിനുമില്ല ഇത്രയും തിരക്ക്. ഇവിടെ നിന്നാണ് മത്സരം. എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ ഇവിടെ ഇത്രയും വലിയ തിരക്ക്. ഇത് ജയിൽ ചാട്ട മത്സരമല്ല, എഴുതിയവന് തെറ്റിപ്പോയതാണ്. ജയിൽ ചിട്ട മത്സരമാണ്. മാറ്റിയെഴുതാ. Come on, follow me. നാമിക എന്ത് പറ്റിയ നാമികെ? ശരീരം മുഴുവനും പുള്ളി കുത്തിയ? ആ പുള്ളി തന്നെ കുത്തിയതാ. എന്റെ സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കണ്ണുകെട്ടി സുന്ദരിക്കൊരു പൊട്ട് കുത്തുന്നതിന് ഏതെങ്കിലും ഒരു സുന്ദരിയുടെ പടം വരച്ച് വെച്ചാ മതിയെന്ന്. അപ്പൊ സാറല്ലേ പറഞ്ഞു നീ സുന്ദരിയാ, നീ തന്നെ പൊട്ട് കുത്താനായിട്ട് നിന്നു കൊടുത്താ മതിയെന്ന്. എന്നിട്ട് എന്ത് പറ്റി? എന്റെ സാറേ, അവന്മാർക്കൊക്കെ കണ്ണ് കാണായിരുന്നു. ഒറ്റ ഒരുത്തം പോലും എന്റെ മുഖത്ത് കുത്തിയില്ല. കണ്ടില്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്? വേറെ കുറേമാര് കുത്തിയതാ, കണ്ടില്ലേ? പൊട്ട് കുത്തിയതല്ല, പൊട്ട് ഞാനൊരു വലുതായതിനോടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാൻ എന്റെ ജോലി കാണിച്ചിട്ട് പാട്ടിന് പോവുക. ഈ ജയിലിലെ പ്രിയപ്പെട്ട ഗായകനും നമ്മൾക്ക് വിട്ടുപിരിച്ച് അടുത്ത ആഴ്ച ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗിരി വർഗീസ് നിങ്ങൾക്കായിട്ട് ഒരു കവിതാ സമ്മാനം അനുഭവിക്കണം. നീയൊക്കെ കള്ളനെ പുണ്യാളന്റെ പേരാ. എടാ ശരിക്കും അവന്റെ പേര് വർഗീസ് എന്നാ. മിൽമേലായിരുന്നു അവര് ജോലി. അവിടെ നിന്ന് നെയ് കട്ട് വിറ്റ് വിറ്റ് ഇപ്പോ ഗീ വർഗീസ് ആയതാ. മിഡില്ല അവര് നെയ്പാട്ട് കേൾക്കാം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ജയിലർ കൊതിക്കാറുണ്ടെന്നും തിരികെ വരും നേരം മുതുകത്തിടിക്കുവാൻ പലരും ശ്രമിക്കാറുണ്ടെന്നും ഗോതമ്പിൻഡുണ്ടകൾ പതിവായി നുണയുന്ന പലതരം ഗുണ്ടകളെ കണ്ടു. ഇടിയേറ്റു കരയുന്ന പലരുടെയും മണ്ണാക്കിൽ തിരുകുന്ന തുണിയും ഞാൻ കണ്ടു. തിരികെ തിരികെ ഹലോ ടെസ്റ്റിംഗ്. ഹലോ ടെസ്റ്റിംഗ്. പ്രിയമുള്ളവരെ, മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു മുമ്പ് കാണുന്ന നല്ല നടപ്പ് മത്സരത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഒന്നാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് വധശിക്ഷ കാത്തു കഴിയുന്ന പീതാംബരനാണ്. പീതാംബരന് സമ്മാനമായിട്ട് നൽകുന്നത് 2 പാരകഞ്ചെരുപ്പും ശിക്ഷയിൽ 1 മാസത്തെ ഇളവും. എന്തിനാ പീതാംബരായിട്ടായിരുന്നു കരയുന്ന? ഇപ്പൊ സന്തോഷിക്കേണ്ട സമയമില്ലോ. 1 മാസത്തെ ഇളവല്ലേ കിട്ടിയിരിക്കുന്നത്. കൊല്ലി ഞാൻ 1 മാസത്തെ ഇളവ്. ഒക്ടോബറിൽ തൂക്കിക്കൊല്ലേണ്ട എന്നെ 1 മാസത്തെ ഇളവ് തന്ന് സെപ്റ്റംബറിൽ തൂക്കിക്കൊല്ലും. അയ്യോ സാറേ, സാറിനോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞതല്ലേ ജയിലിനകത്ത് വെച്ച് ഫാൻസി ഡ്രസ് മത്സരം നടത്തരുതേന്ന്. എന്നിട്ട് എന്ത് പറ്റി? ഇനി എന്നാ പറ്റാനായിട്ടാ? ഞാൻ ഐജിയുടെ ഡ്രസ് ഇട്ടോണ്ട് നമ്മുടെ കള്ളൻ മാർക്കോസ് കൂളായിട്ട് ജയിലിന് പുറത്തോട്ട് പോയി, അറിയാവോ? എനിക്കത് അപ്പോഴേ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ അവന്റെ പുറകെ ഒരു വണ്ടി പോലീസിനെ ഞാൻ പറഞ്ഞു വിട്ടത്. ആ പോലീസുകാര് കംപ്ലീറ്റും ഫാൻസി ഡ്രസ്സിന് വേഷമിട്ട കള്ളന്മാരാ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഐജിക്ക് വാലുവരയ്ക്കൽ മത്സരം നടക്കുന്നത് സൗത്ത് ബ്ലോക്കിലെ 7-ാം നമ്പർ സെല്ലിലും ഉണ്ടയിലെ കല്ലുവരക്കൽ മത്സരം നടക്കുന്നത് നോർത്ത് ബ്ലോക്കിലെ 8-ാം നമ്പർ സെല്ലിലുമാണ്. താങ്ക് യു. ഇത് എന്നതൊക്കെ വിളിച്ചു പറയുന്നത്? ഐജിയുടെ ബാലിനെ കുറിച്ച് പറഞ്ഞാൽ തോപ്പി തെറിച്ചു പോകും. ബാലപ്പ, ഞാനിപ്പോ വന്നതേ എന്താ, നമ്മുടെ ജയിലിലെ അന്തേവാസികൾക്ക് ഉച്ചക്ക് കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതാണ് നല്ലത്, അതോ പുഴുക്കും കഞ്ഞിയും കൊടുക്കുന്നതാണ്? ഞാൻ എന്നെ ഇതിനു മുമ്പ് മയക്ക് കണ്ടിട്ടില്ലായോ? എന്റെ ഒരു അഭിപ്രായത്തിലെ ഈ കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നതിനേക്കാൾ നല്ലതേ കുഞ്ഞും കടുക്കും കൊടുത്ത എന്താ? അത് മതിയല്ലോ. അടുത്തായിട്ട് ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത് വാശിയേറിയ പോൾ വാൾട്ട് മത്സരമാണ്. ആദ്യമായിട്ട് ചാടാൻ പോകുന്നത് വധശിക്ഷ കാത്ത് കഴിയുന്ന പീതാംബരൻ. കണ്ടില്ലേടാ, അടുത്ത മാസം തൂക്കിക്കൊല്ലാൻ കൊണ്ടുവന്ന പ്രതി ആ ചാടുന്നത്. അവന്റെ ഒടുക്കത്തെ ഒരു മനസാന്നിധ്യം കണ്ടില്ലേ? അവനറിയാം അടുത്ത ഓണത്തിന് അവൻ കാണത്തില്ലെന്ന്. എന്നിട്ടും അവൻ ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കുക. കൈയടിക്കടാ. അങ്ങനെ ആണ്ടവൻ മതിലപ്പുറത്തേക്ക് പോയി. ഓട്ടോ ഓട്ടോ ചാകാൻ വേണ്ടി ചാടിയാണോടാ? അല്ല ചേട്ടാ, ചാകാതിരിക്കാൻ വേണ്ടി ചാടിയതാ. വണ്ടി വിട്ടോ. ഈശ്വര,
അവന് പോയി ഐഡിയുടെ ജോലിയും പോയി. പ്രിയമുള്ളവര്, അടുത്ത ആഴ്ച ഇവിടെ നടക്കാൻ പോകുന്നത് സമ്മാനദാന ചടങ്ങും പൊതുസമ്മേളനവുമാണ്. നമ്മുടെ ഇന്നത്തെ സമ്മാനദാന ചടങ്ങ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പറയടാ. ഒരു ക്ലൂ തരാമോ? പിന്നെ തരാമല്ലോ. ആദ്യത്തെ അക്ഷരം എം. പോടാ. ആദ്യത്തെ അക്ഷരം എം, അവസാനത്തെ അക്ഷരം ഐ. പറയടാ, മിണ്ടിപ്പോലെ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ അക്ഷരം എം, അവസാനത്തെ അക്ഷരം ഐ. പറ. പോടാ. എടാ, ഈ കിരീടോ ചെങ്കോലോ ഒക്കെ ഉള്ള ഒരാളാണ്. വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ സ്പെല്ലിങ് മൊത്തം പറഞ്ഞുതരാം കേട്ടോ. എം, എ, വി, ഇ, എൽ, ഐ. കിട്ടിപ്പോയി. മാവേലിക്കര പൊന്നമ്മ. പോടാ. എടാ, അതിന്റെ പകുതി കളയടാ. പൊന്നമ്മ. അതല്ല, മറ്റേ പകുതി. കേട്ടോ, ഞാൻ പറയാ. എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. എടാ, മാവേലിയാടാ, മാവേലി. ഹലോ. ആഹാ, എവിടെ? എപ്പാ? കള്ളൻ പിടിച്ചോ? ഇടിച്ചോ? മരിച്ചോ? ഓക്കേ. അയ്യോ, മാവേലി. എടാ, താനെന്തിനാണ് ഈ വാർപ്പ് താഴെ ഇട്ടത്? വിട്ടി, വാർപ്പ് താഴെടാൻ പറഞ്ഞത് കേട്ടില്ലേ? എടോ, വാർപ്പ് താഴെ ഇടല്ല, ആർപ്പോ ഇറോന്നാ പറഞ്ഞത്. ഓ, അങ്ങനെ. മാവേലി, ഇനി നമുക്ക് ജയിലിലെ അന്തേവാസികളെ ഒന്ന് പരിചയപ്പെടാം. ജയിലിലെ അന്തരീക്ഷമൊക്കെ കൊള്ളാമല്ലേ? അടിപൊളി അന്തരീക്ഷം. ഇവിടെ കിടന്നോ. മിസ്റ്റർ മാവേലി, ഒരു ചോദ്യം. ഈ ആണവക്കരാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞങ്ങൾ ആണവക്കരാറുമായിട്ട് വന്നതല്ല, ഓണവക്കരാറുമായിട്ട് വന്നതാണ്. എക്സ്ക്യൂസ് മീ, അടുത്ത ചോദ്യം. ഈ ഇടുക്കി ഡാമിൽ വെള്ളക്കുറവുള്ളതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏതായാലും നിന്റെ അത്ര വെള്ളം ഇടുക്കി ഡാമിലില്ല. ഇവൻ ഫുൾ വെള്ളമാണ് മാവേലി. സെക്സ് ബോംബ് ഷക്കീല അഭിനയം നിർത്തിയതിനെ കുറിച്ച് എന്താണ്? വേറൊരു ചോദ്യം. കമ്പോഡിയൻ പ്രസിഡന്റിനെ ഉക്രൈനിൽ വെച്ച് ഇംപീച്ച് ചെയ്തതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നിർത്തല. നിനക്കൊക്കെ എന്താ അറിയണ്ടേ? ഞങ്ങള് പത്രക്കാരാ. അല്ല, നിങ്ങൾ പ്രശ്നക്കാരാ. വന്ന് നിന്നപ്പോ തുടങ്ങിയതാണല്ലോ 1000 ചോദ്യങ്ങൾ. മാവേലി മാവേലി എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോടാ? മിസ്റ്റർ മാവേലി, മലയാളികളോട് കളിക്കരുത്. എടോട്ട് ഉപ്പേ, മലയാളിയുടെ സ്പെല്ലിംഗ് എന്തോ? അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. മറ്റുള്ള ആളുകളുടെ ലൈഫ് അലങ്കോലമാക്കാൻ യാതൊരു അറപ്പും ലെവലേശമില്ലാത്തവൻ അതാണ് മലയാളി. പോടാ. എല്ലാരും പോയി കഴിഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഒരു ഇടിവെട്ടും മഴയും കഴിഞ്ഞ പോലെ. അതെ അതെ. നല്ല വിനയുള്ള പത്രക്കാരൻ ഇങ്ങനെ എന്നാ സ്വീകരിക്കണേ? നമസ്കാരം മാവേലി, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ക്ഷണിക്കുന്നു. എന്തൊക്കെയാണ് പാതാളത്തിലെ പുതിയ വിശേഷങ്ങൾ? തിരുമേനി, മറ്റുള്ളവരൊക്കെ ചാറ്റൽ മഴയായിരുന്നു. ഈ പത്രക്കാരെ സുനാമിയാണ്, സുനാമി. സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പറയൂ മാവേലി, അങ്ങ് എങ്ങനെയാണ് പാതാളത്തിൽ എത്തിപ്പെട്ടത്? വാമനൻ ചവിട്ടിയതാണെന്ന് പറയുന്നു. മാവേലി
സ്വയം താഴ്ന്നു പോയതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വമാണോ വാമനൻ ചവിട്ടി താഴ്ത്തിയത്? അതല്ലെങ്കിൽ കൊട്ടേഷൻ ഏൽപ്പിച്ച് ചവിട്ടി താഴ്ത്തുകയായിരുന്നു? അല്ലെങ്കിൽ അബദ്ധവശാൽ താഴ്ന്നു പോയതാണോ? ഇതൊന്നുമല്ലെങ്കിൽ കാലിനടിയിൽ തല വെച്ചു കൊടുത്തതാണോ? എന്താണ് യാഥാർത്ഥ്യം? ഇതിന് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് ട്രെയിനിന്റെ അടിയിൽ കൊണ്ടുപോയി തല വെച്ചു കൊടുക്കുന്നതാ. അതെ, അതൊരു 3 അടി മണ്ണിന്റെ. ആ 3 അടി മണ്ണിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത്. അതിന് മുന്നാധാരമുണ്ടായിരുന്നോ, പിന്നാധാരമുണ്ടായിരുന്നോ? അത് രവീന്ദ്രൻ പട്ടയമായിരുന്നോ, സുരേന്ദ്രൻ പട്ടയമായിരുന്നോ? പോക്കുവരവ് സത്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു? ഏത് വില്ലേജ് ഓഫീസിലാണ് അത് രജിസ്റ്റർ ചെയ്തത്? സത്യത്തിൽ അത് കയ്യേറ്റ ഭൂമിയായിരുന്നു. ഇവനെ ഞാൻ കയ്യേറ്റം ചെയ്യേണ്ടി വരും. അതുപോലെ മറ്റൊരു ചോദ്യം. പാതാളവാസൻ, മാവേലി, മഹാബലി, ഓണത്തപ്പൻ, കുടവയറൻ, നിരവധി പേരുകളിലാണ് താങ്കൾ അറിയപ്പെടുന്നത്. സത്യത്തിൽ ഇത് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയുള്ള പേരാണോ? എന്താണ് SSLC ബുക്കിലെ യഥാർത്ഥ പേര്? സൽപ്പേര് മാവേലിക്കുട്ടി. അത് കൊള്ളാം, നല്ല പേര്. തിരുമേനി, ഇവ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നാൽ നമ്മൾ പാതാളത്തില് അടുത്ത ക്രിസ്തുമസിനെ എത്തത്തുള്ളൂ. ഒന്നുകിൽ ഇവ ചോദിക്കല് നിർത്തണം, അല്ലെങ്കിൽ നമ്മളെ ഉത്തരം പറയാൻ അനുവദിക്കണം. എന്തോ നാടേ ഇത്. എന്റെ ഈശ്വരന്മാരെ, ഇവന്റെ ഈ ചോദ്യം ചെയ്യൽ നിർത്തലായിട്ട് ആരും ഇവിടെ. അവസാനമായി ഒരു ചോദ്യം കൂടി. സത്യത്തിൽ എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? ഞാൻ ഇതുപോലൊരു TV റിപ്പോർട്ടർ തലക്കടിച്ചു കൊന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, മിണ്ടാവിഷൻ. അതെ, ഈയിടെ ഇവിടെ എത്തിയ പുതിയ അതിഥികളെ നാം കണ്ടില്ലല്ലോ. അതായത് സ്വാമിമാരെ. അത് പിന്നെ അവർക്കൊന്നും ഈ ആഘോഷത്തിൽ യാതൊരു താല്പര്യമില്ല. എങ്ങനെ താല്പര്യം കാണും? അവര് പുറത്ത് കുറെ ആഘോഷിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. പൂജയില്ലാതെ അവർക്ക് എന്താഘോഷം? ആയിരിക്കുന്നതാണ് സ്വാമിമാർ. അവിടെ എന്തോ പുകയുന്നുണ്ടല്ലോ. എന്താ അവിടെ വല്ല കർമ്മം നടക്കുന്നുണ്ടോ? അവരെന്തോ പൂജയിലാണെന്ന് തോന്നുന്നു. പൂജയിലോ? പൂജയല്ല, പൂജ. ഈ സ്റ്റീ വെച്ചിട്ട് ഇങ്ങനെ സ്വാഹ സ്വാഹ. അത് തന്നെ, അതെനിക്ക് മനസ്സിലായി. തിരുമേനി, നടുക്ക് പുകയിട്ട് ആ പുകമറയിലൂടെ പുള്ളികൾ രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. തിരുമേനി കേട്ടിട്ടില്ലേ പുകഞ്ഞ പുള്ളി പുറത്തത്? ഏടോ, പുകഞ്ഞ പുള്ളിന്നല്ല, പുകഞ്ഞ കൊള്ളികൾ എന്ന് പറയാ. കൊള്ളികളല്ല, അവരാണ് വിളഞ്ഞ പുള്ളികൾ. എത്ര പുകച്ചാലും പണ്ടാരെ കുട്ടികൾ പോവില്ല. ഓ, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ല ജയിൽ വാൾപ്പെടുന്ന ചീട്ട് കളിക്കരുന്ന്. ആട്ടെ, എന്താ സ്വാമി ചെയ്ത തെറ്റ്? ഞാൻ സസ്യങ്ങളെയും ചെടികളെയും സ്നേഹിച്ചു. ചെടികൾ നട്ട് വെള്ളമൊഴിച്ചു പരിപാലിച്ചു. പക്ഷെ ആ ചെടികൾ കഞ്ചാവാണെന്ന് മാത്രം. കഞ്ചാവ് സ്വാമി, ഇങ്ങോട്ട് മാറി നിൽക്ക്. അതിരിക്കട്ടെ, ഈ ഓറഞ്ച് സ്വാമി എന്ത് തെറ്റാ ചെയ്തേ? ഞാനൊരു തന്ത്രിയാണ്. ഞാനൊരു വിവാഹം കഴിച്ചു. അല്ല മാവേലി, ഈ തന്ത്രിമാർക്ക് എന്താ വിവാഹം കഴിച്ചുകൂടെ? ഞാൻ ചെയ്തത് തെറ്റാണോ? ശരിയാണല്ലോ. ഇയാൾ എന്ത് തെറ്റാ ചെയ്തേ? തന്ത്രിമാർക്ക് കെട്ടാൻ പാടില്ലേ? കെട്ടാം, പക്ഷേ തന്ത്രി കെട്ടിയത് 12 കാര്യമാണ്. അതുകൊണ്ട് 12 കൊല്ലം ജീവപന്ത്രണ്യം. സ്വാമി കൊള്ളാലോ. മഹാത്മാവേ, അങ്ങ് ചെയ്ത തെറ്റെന്താണാവോ? ഞാൻ പറയാം മാവേലി കുഞ്ഞേ. ഞാനൊരു പാവപ്പെട്ട ചെറുപ്പക്കാരന് വികലാംഗ പെൻഷൻ ശരിയാക്കി കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത കുറ്റം. അതെ, ഇയാളുടെ പ്രവർത്തികൾ ചോദ്യം ചെയ്ത ഒരു പാവപ്പെട്ടവനെ ഗുണ്ടകളെ വിട്ട് കയ്യും കാലും തല്ലി ഓടിച്ചു. ഇപ്പോൾ അയാൾ വീട്ടിലിരുന്ന് വികലാംഗ പെൻഷൻ വാങ്ങുന്നു. ഇവന്മാരെ ആൾക്കാർ കൊള്ളാലോ. എന്താ സംശയം? ഇവരൊക്കെ നിസ്സാരന്മാർ. ഇവരെക്കാൾ വലിയൊരു സ്വാമിയുണ്ട്. ആ സ്വാമി എവിടെ? ബാങ്കിൽ പോയിരിക്കുകയാണ്. ബാങ്കിലോ? കാശ് ഇടാനോ അതോ എടുക്കാനോ? ബാങ്കിൽ ലോക്കറിലിരിക്കുന്ന CD എടുക്കുവാൻ. വെളുപ്പിന് ഈ സ്വാമിമാരൊന്നുമല്ല സ്വാമിമാർ. ആ സ്വാമി എന്ന് പറഞ്ഞാൽ ഓരോന്നൊന്നര സ്വാമി. വ്യത്യസ്തനാമൊരു മാധവൻ സ്വാമിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു മാധവൻ സ്വാമിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. മുടി വളർത്തുന്നോർക്ക് അപമാനമാകാൻ, മുടി വടിക്കുന്നോർക്ക് പണിയില്ലതാക്കാൻ ഒരു പറ്റം സ്വാമിമാർ പെരുകുന്ന കാലം. കാലം കലികാലം, ജടമുടി കോലം, പലജാലം ഇവരുടെ കാലം. അതിൽ പല പല ആളുകൾ വീഴും കാലം. കാലം കാലം. വ്യത്യസ്തനാമൊരു മാധവൻ സ്വാമിയെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല.
പലരെ മയക്കിയിട്ട് കോടികൾ പറ്റിച്ച് പുലിത്തോലിൽ ഉറങ്ങുന്ന പുലിവാല് സ്വാമി. പലരെ മയക്കിയിട്ട് കോടികൾ പറ്റിച്ച് പുലിത്തോലിൽ ഉറങ്ങുന്ന പുലിവാല് സ്വാമി. കാഷായ വേഷത്തിൽ കാശി വിരിച്ചിട്ട് കേശായി ദോഷങ്ങൾ ചെയ്തൊരു സ്വാമി. പോലീസിലെ മാന്റെ സ്നേഹിതൻ സ്വാമി. കട്ടപ്പനയിൽ നിന്നും വേരറ്റ സ്വാമി. ഒന്നുമേ അറിയാത്ത ബാലികയെ പോലും, ഒന്നുമേ അറിയാത്ത ബാലികയെ പോലും വിദ്യ കൊണ്ടാഭാസം പഠിപ്പിച്ച സ്വാമി. സ്വാമി ആസാമി മാധവ സ്വാമി, തറസ്വാമി തരികിട സ്വാമി, ചില കണഗുണവേലകൾ കാട്ടണ മീഠന സ്വാമി. സ്വാമി ഓ പൂജാഹ ഉലകം പതയ്ക്കുന്ന സീനുമായി സീഡിയിൽ ഉലകം പതയ്ക്കുന്ന സീനുമായി സീഡിയിൽ നീലാദ്രി പൂജകൾ ചെയ്തൊരു സ്വാമി. ഫോറിൻ പണക്കാരി പെണ്ണിനെ പറ്റിച്ച് പണി കിട്ടിയിരുപ്പായ കുലുമാല് സ്വാമി. മാധവൻ സ്വാമിയുടെ സ്നേഹിതൻ സ്വാമി. ൂക്കുമായി വിലസുന്ന വേറൊരു സ്വാമി. ആക്ഷൻ പടത്തിലെ നായകനെ പോലെ, ആക്ഷൻ പടത്തിലെ നായകനെ പോലെ തറപറ വെടി വച്ചിട്ടകത്തായ സ്വാമി. സ്വാമി ആസാമി ഭൂതറസ്വാമി, തറസ്വാമി തരികിട സ്വാമി, ചില ഗണഗുണവേലകൾ കാട്ടിയ ഭീകര സ്വാമി. സ്വാമി ദേമാവേലി കൊമ്പത്ത്. കർത്താവേ, ഇവിടെ എങ്ങും ആരുമില്ലേ? ദിലീപേ, ദിലീപേ, ദിലീപ്, ദിലീപ് സഹോദര. അച്ഛനോ? ഒച്ചോട്ടപ്പോ ഞാൻ വിചാരിച്ചത് കച്ചറ പിച്ചക്കാരനായിരിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും തിരക്കായിരിക്കട്ടെ. അതെന്താ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നല്ലേ? അതൊക്കെ മാറ്റിയ? അതൊക്കെ ഞാൻ മാറ്റി. കാരണം ദിലീപ് ഒരു സിനിമാ താരമല്ലേ. അപ്പോൾ നിങ്ങൾ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് പോകുന്ന ഒരു തിരക്കുള്ള നടനാകട്ടെ എന്ന് ആശംസിച്ചതാണ്. എപ്പോഴും തിരക്കായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. അത് വേണോ? എന്റെ നാവ് പൊന്നാവുകയാണെങ്കിൽ ഞാൻ മേടയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കളന്മാർ കയറി വന്ന എന്റെ നാക്ക് കട്ട് ചെയ്ത് മറിച്ച് വെക്കും. ഓ ഇരിക്കച്ചക്ക. ഇരിക്കച്ചക്കയോ വരിക്കച്ചക്ക എന്ന് കേട്ടിട്ടുണ്ട്. ഇരിക്കച്ചോ. വേറെന്തിനോ ഇരിക്കുന്ന പോലെ ഞാനൊന്ന് ചിന്തിച്ചിരുന്നതാണ്. പക്ഷെ കുന്തിച്ചിരുന്ന പോലെയാണ്. അച്ഛനിപ്പോ ഇങ്ങോട്ട് വന്ന കാര്യം? ഞാൻ വന്നത് ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് ദിലീപിനെ ക്ഷണിക്കാനാണ്. എന്ത് ഷോറൂമാ? ജ്വല്ലറി അതോ ടെക്സ്റ്റൈലോ? അതൊന്നുമല്ല, ഇതൊരു കുമ്പസാര ഷോറൂമിന്റെ അല്ലെങ്കിൽ കുമ്പസാര ഹാളിന്റെ ഉദ്ഘാടനമാണ്. കുമ്പസാര ഹാളാ? കുമ്പസാര കൂടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല കുമ്പസാരം എന്ന് പറയുന്നത് നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് ഏറ്റു പറയുന്നല്ലേ? അതിനിപ്പോ ഒരു ഹാളൊക്കെ പണിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിലീപേ, എന്റെ ഇടവകയില് പാവികൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ പാവികളെയും കൂട്ടിലിരുത്താൻ സ്പേസ് ഇല്ലാത്ത കാരണം ഞങ്ങൾ 1500 സ്ക്വയർ ഫീറ്റില് പള്ളികളിലെ പാവികളെല്ലാരും കൂടി ചേർന്ന് പിരിവെടുത്തുണ്ടാക്കിയ ഹാളാണിത്. അല്ലച്ചോ, അതിന് ഞാൻ തന്നെ വേണോ? പിന്നെ വിടില്ല ഞാൻ. ഒരു സൂപ്പർ സ്റ്റാർ വന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. എനിക്കും പള്ളിക്കും പാവികൾ തിങ്ങി നിറയും. അതെ, ഈ കുമ്പസാര ഹാളിന്റെ ഒരു ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ പറയാം. കുമ്പസാര ഹാളിന്റെ ചുറ്റും ഒരു റിബൺ കെട്ടിയിട്ടുണ്ടായിരിക്കും. ആ റിബൺ ഒരു കൊത്രിക വെച്ച് മുറിക്കുക. അതിനുശേഷം ദിലീപ് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു തരക്കേടില്ലാത്ത പാപം മൈക്കിലൂടെ എന്റെ കാതിൽ പറയുക. അത് കേട്ടിരിക്കുന്ന ഓഡിയൻസ് കൈയടിക്കും. അതോടെ ഉദ്ഘാടനം കഴിയും. അതിന് ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ചോ. ഡോണ്ട് വറി ദിലീപ്, ഡോണ്ട് വറി, ബി ഹാപ്പി. ഒരു കോപ്പി. ഒക്ടോബർ 4-ാം തീയതിയിലെ ഉദ്ഘാടനം. അപ്പോൾ ഒക്ടോബർ 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ പോട്ടെ, 4-ാം തീയതി വെളുപ്പിനെങ്കിലും ഒരു കളർഫുൾ
കാതിന് ഇമ്പമാർന്ന, മൂക്കത്ത് വിരൽ വെക്കുന്ന, ആര് കേട്ടാലും അയ്യേ ഇവൻ ഇത്രക്കാരനാണോ എന്ന് ചോദിക്കുന്ന ഒരു കളർഫുൾ തരക്കേടില്ലാത്ത ഒരു പാപം ചെയ്തതിന് ശേഷം എന്റെ കാതിൽ വന്ന് പറഞ്ഞാൽ മതി. ശരി, ഒക്ടോബർ 4 അല്ലേ? ഒക്ടോബർ 4. അപ്പൊ ഞാൻ വന്നാല് അച്ഛൻ പബ്ലിസിറ്റി കൊടുക്കോ? പിന്നെ 10,000 നോട്ടീസ് ഞാൻ അടിക്കും. അതെന്താ 10,001 കണക്ക്? 10,000 നോട്ടീസ് ഇടവക മതിലുകളിൽ ഞാൻ ഒട്ടിക്കും. ഒരു നോട്ടീസ് നെഞ്ചത്ത് ഒട്ടിക്കും. നെഞ്ചത്തൊട്ടിക്ക് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അപ്പൊ എന്തായാലും ഉദ്ഘാടനത്തിന് അന്ന് തന്നെ ഞാൻ ഒരു പാപം ചെയ്യാൻ തീരുമാനിച്ചു. കർത്താവേ, എന്റെ ജീവൻ ധന്യമായി. ദിലീപേ, എന്തായിരിക്കും അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാപം? അത് ഞാൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് പറയാം, അറിയിക്കാം അച്ഛോ. അന്ന് എന്നോട് പറയേണ്ടതല്ലേ? ഇപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞ് പാപമില്ല. ആ പാപം നേരത്തെ അറിയുന്നതുകൊണ്ട് ഒരു പാപവുമില്ല. പറയത്തില്ലേ? അത് നമ്മൾ രണ്ടുപേരിലും ഒതുങ്ങി പോവാച്ചോ. എനിക്കത് കേൾക്കാഞ്ഞിട്ട് എന്തോ പോലെ. ഒന്ന് പറയൂ, എന്തായിരിക്കും ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന? നിർബന്ധിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പോവാച്ചോ. എന്നോടൊന്ന് പറഞ്ഞുകൂടെ? അപ്പോ ഒക്ടോബർ 4 അച്ഛൻ വെച്ചിരിക്കുന്നത്. ഒക്ടോബർ 4 10 AM. 10 AM. എല്ലാവരും അച്ഛൻ വിളിച്ചിട്ടുണ്ട്. എപ്പോ വിളിച്ചെന്ന് ചോദിച്ചാ മതി. എന്നെ വിളിച്ചോട്ടെന്നാലും പബ്ലിസിറ്റി അച്ഛൻ ഇങ്ങനെ ആയാലും വിലസ് നടക്കുകയായിരിക്കും. എപ്പോ വിലസി എന്ന് ചോദിച്ചാ മതി. കൃത്യം 10 AM. ഞാൻ കാറിൽ വരും, ട്രെയിനിൽ, ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരും. പിന്നെ എങ്ങനെ വരും? ഞാൻ വരേയില്ല. വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്നത് വലിയ പാപമല്ല അച്ഛോ? അത് പാപം മാത്രമല്ല, എന്റെ മൂലമറ്റത്തിട്ട് കിട്ടുന്ന ഒരു പണി കൂടിയായിരിക്കും. അതോടെ എന്റെ എല്ലാ ഡാമ്പുകളും തകരും. ഇടവക്കാരന്റെ മുതുകത്ത് പൊതുയോഗം കൂടും. അവരുടെ ഫ്യൂസ് വലിച്ചൂരി എന്റെ ജീവിതം പവർ കട്ടിലാക്കും. അതുകൊണ്ട് ദിലീപ് സഹോദര, വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കല്ലേ. വരാതിരുന്നാൽ ഈ അച്ഛന്റെ പരാതി തീരൂല്ല. അച്ഛൻ ഈ നാടും പാട്ടൊന്നും പാടി എന്നെ മയക്കാൻ നോക്കണ്ട. അച്ഛമ്മേ സ്ഥലം വിട്, നടക്കണ കാര്യമില്ല അതൊന്നും. എങ്കിൽ പോട്ടെ, ദിലീപിന് വരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പരിചയത്തിന്റെ പുറത്ത് മമ്മൂട്ടിയെയോ മോഹൻലാലിയോ സുരേഷ് ഗോപിയെ കിട്ടുമോ? പിന്നെ കിട്ടുമോ? വേഗം ചെല്ലേ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. പോയാ ഇതെന്തച്ഛനാണത്? ഒരച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നാക്കാനല്ലേ ശ്രമിക്കേണ്ടത്. ഇത് പാപികളെ സൃഷ്ടിക്കാൻ ഒരച്ഛൻ, പാപികളെ പ്രോത്സാഹിപ്പിക്കുക, അതിന് വേണ്ടിയിട്ട് കുമ്പസാര ഹാള് പണിയുക. ഇങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഒഴിവാക്കാനേ ഏതേ ഉള്ളൊരു പണി. എന്നോട് ദേഷ്യം തോന്നല്ലേ? കുമ്പസാരക്കൂട് ഉദ്ഘാടനത്തിന് ദിലീപ് വരില്ല എന്ന് പറയുന്നു. വരില്ലെങ്കിൽ വേണ്ട, മലയാളത്തിൽ നിന്നും ഒരു നടനെയും വേണ്ട, നമുക്ക് ഹിന്ദിയിൽ നിന്നും തപ്പാം. അമിതാഭ് ബച്ചന്റെ നമ്പർ ഏത് ഇടവക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ അന്വേഷിക്കുക. അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ഷാറൂഖ് ഖാനെയോ സൽമാൻ ഖാനെയോ അംജിത് ഖാനെയോ വിളിക്കുക. ശരി ശരി ശരി. കർത്താവേ, ആ ബൈജു ആണല്ലോ വരുന്നത്, ഇങ്ങോട്ടാണല്ലോ. പോവല്ലേ? അത് ശരി, ബൈജു സുഖമാണോ? എന്താണ് പറയാൻ പ്ലാൻ ചെയ്യുന്നത്? അത് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന സ്തുതിയായിരിക്കട്ടെ. അതെന്തുമായിക്കോട്ടെ, നീ വന്ന കാര്യം പറ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. അടിച്ച് കോൺ തെറ്റിയിട്ടാണോ കുമ്പസാരിക്കാൻ വരുന്നത്? അല്ല, അതെന്താന്നറിയോ, ഈ കുമ്പസാരിക്കാൻ ഒരു മൂട് വേണ്ടേ, അതിനാണ് ഞാൻ 2 വിട്ടിട്ട് വന്നത്. എങ്കിൽ നീ ആ കുമ്പസാര മൂടിക്കളയാതെ ആ കുമ്പസാര കൂട്ടിലേക്ക് കയറിയിരിക്കൂ. അതൊക്കെ പോട്ടെ, ഇതല്ല സ്ട്രോങ് പാപമാണോ ചെയ്തിരിക്കുന്നത്? സ്ട്രോങ് ആണോ? ഞാൻ സ്ട്രോങ് ഇല്ലാത്ത പാവം വല്ലതും ചെയ്യും. അച്ഛനെ കൊണ്ട് വന്ന് സൂപ്പർ സ്ട്രോങ് ആയില്ല. എന്നാ പിന്നെ അതിന്റെ സ്ട്രോങ് പാപം നമുക്ക് കേൾക്കാം. വരുവേ, പറയൂ ബൈജു, നീ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണ്? അച്ഛോ, ഇന്നലെ എൻ്റെ വീട്ടിൽ എൻ്റെ അളിയിലും പങ്ങളും വന്നായിരുന്നു. ആളിയിലും പെങ്ങൾ വീട്ടിൽ വരുന്നത് പാപമല്ല, അതിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. അച്ഛോ, അതല്ല, അളിയനും പെങ്ങളും വീട്ടിൽ വന്നപ്പോഴേ അവർക്ക് ഞാൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വീട്ടിൽ വരുന്ന അളിയനും പെങ്ങൾക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊടുക്കുന്നില്ല, എന്താണ് തെറ്റ്? അതിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. അല്ല, ഈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞ ഇവിടുത്തെ പള്ളിയിലെ നേർച്ചക്കോഴിയെ ഞാൻ മോട്ടിക്കൊണ്ട് പോയി ഉണ്ടാക്കി കൊടുത്ത. കർത്താവേ, നേർച്ചക്കോഴിയെ പിടിച്ച് അളിയന് ഫ്രൈ ആക്കി കൊടുത്ത നിന്നോട് കർത്താവ് പൊറുക്കില്ല. നീ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും? വാങ്ങിച്ചു വെച്ചപ്പോ ഞാനും വിചാരിച്ചിട്ട് എങ്ങനെ തീർക്കുന്നു. പക്ഷെ അളിയിലും ഞാനൊരു ഫുള്ളായിട്ട് ഇരുന്നപ്പോ സാധനം തീർന്നറിയില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നീ ചെയ്ത പാപമൊക്കെ ഇവിടെ കൊണ്ടുപോയി തീർക്കുമെന്നാണ്. അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ.
അച്ഛനല്ലോ പറഞ്ഞു കുമ്പസാരം കഴിഞ്ഞാൽ ദൈവം പാവം പൊറുക്കും പാവം പൊറുക്കും. ഇപ്പൊ റൂട്ട് മാറ്റി പറഞ്ഞുണ്ടല്ലോ എന്റെ സ്വഭാവം പറഞ്ഞു. ആ ഉള്ള കാര്യം ശരി നീ കുമ്പസാരിച്ച സ്ഥിതിക്ക് കർത്താവ് നിന്നോട് പൊറുതി തന്നിരിക്കുന്നു. നീ നേർച്ചക്കോഴിയുടെ പരിസരത്ത് ചെല്ലരുത്. ഇല്ല പിന്നെ അച്ഛോ പാപം നമ്പർ 2 ഈ പാപത്തിൽ നിന്നെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കും. ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും. അതെ വെള്ളം അടിച്ചിട്ട് ചിക്കൻ ഫ്രൈ തിന്ന ആളിൽ എന്നോട് വണ്ടിക്കൂലി ചോദിച്ചപ്പോഴേ ഞാൻ ഒരു 500 ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചു കൊടുത്ത്. അങ്ങനൊരു പാപം കൂടി ഞാൻ ചെയ്തു. ഒരറ്റാടി ഞാൻ ശരി. ഞാൻ വണ്ടി കൂലിയില്ലാത്ത അളിയന് 100 രൂപ ചോദിച്ചപ്പോൾ 500 രൂപ ഒപ്പിച്ചു കൊടുത്ത നീ ചെയ്തത് പാപമല്ല. അതിന് കുമ്പസാരിക്കേണ്ട കാര്യമില്ല. അതൊരു സൽപ്രവൃത്തിയാണ്, ഒരു പുണ്യമാണ്. ദൈവമേ. പക്ഷെ വേറൊരു കാര്യമുണ്ട് അച്ചു. അതെ ഞാൻ ഈ പള്ളിയുടെ നേർച്ചപ്പെട്ടിന്ന് ഈർക്കിലോണ്ട് കുത്തിയെടുത്ത. കർത്താവേ, നേർച്ച കുത്തിയാകപ്പാടെ ഉണ്ടായിരുന്ന കാശാണോ നീ ഈർക്കിലിട്ട് കുത്തി അളിയന് കൊടുത്തത്? നിന്നോട് കർത്താവ് പൊറുക്കില്ലടാ. അച്ഛനല്ലോ പറഞ്ഞ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പാവം പൊറുക്കുന്നു. ശരി 500 രൂപ നേർച്ചക്കുറ്റിന്ന് കൂത്തിയെടുത്തത് കർത്താവ് നിന്നോട് വെറുത്തിരിക്കുന്നു. ഇനി കുത്താൻ നീ നേർച്ചക്കുറ്റിയുടെ പരിസരത്തി എന്നാൽ നിന്റെ ബാക്കിയിട്ട് കുത്ത് ഞാൻ. അച്ഛോ ഞാൻ വേറൊരു പാപം കൂടി ചെയ്തു. പറയൂ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാപം. ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാപത്തിലെങ്കിലും ഞാൻ എന്തെങ്കിലും കഴമ്പ് പ്രതീക്ഷിക്കും. കഴമ്പ് കൊമ്പിന്റെ അമ്പിന്റെ ഇമ്പ്. ആവശ്യമില്ലാത്ത മനസ്സിൽ കരുതി അടിക്കും ഞാൻ നിന്നെ. പറയൂ നീ ചെയ്ത ലേറ്റസ്റ്റ് പാപം. അതായത് ഞാൻ ഈ അടിക്കാൻ പോണ 15 പൈസ എവിടെ നിന്ന് സംഘടിപ്പിച്ചാന്ന് അച്ഛനറിയാം. എവിടെ നിന്നാണ്? നമ്മൾ രണ്ടും കൂടി കൂടെ നടന്നു വന്നില്ല. അപ്പൊ ഞാൻ അച്ഛന്റെ ലോഹേന്ന് അടിച്ചു മാറ്റി. ആണോ? കർത്താവേ, എന്റെ ലോഹിൽ നിന്ന് കാശ് കട്ടെടുത്തിരിക്കുന്നു. കള്ളൻ പിടിക്കവനെ. കർത്താവേ, കൈയിട്ടപ്പോൾ കയ്യിലെ മോതിരം പോയി. ഭാഗ്യം ഞാൻ തലയിടാഞ്ഞത്, അല്ലെങ്കിൽ മാല പോയാനെ. മണി നേരമയാൽ കിടക്കപ്പായെ നോട്ടും നേരെ പാറിലേക്ക് ഞാൻ നോട്ടും. ആറ് തുറക്കും മുമ്പേ കേറും എന്നും വെളുപ്പാങ്കാലം കണ്ണ് തുറക്കുമ്പം 2 വീശിലെ കൈ പറക്കും. ഒന്നാമത്തെ പെഗൊഴിച്ച് കുറഞ്ഞ ടൈപ്പ് ഒരു സോഡ വാങ്ങി കടിച്ച് പൊട്ടിച്ച് അതിലൊഴിച്ച് ആർത്തിയോടത് കയ്യിലെടുത്ത് കുടിച്ച് നോക്കിയപ്പം തണുപ്പില്ലാഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതെ ഐസിനായി ഞാൻ കൂകവേ സപ്ലയർ വന്നെന്റെ മോനക്ക് തോണ്ടിയപ്പം നല്ലോണം നൊന്തട ഇന്നെനിക്ക്. രണ്ടാമത് പെഗെടുത്ത് ഒറ്റയടിക്കൊരു വലിച്ച് മുളകെടുത്തൊരു കടിച്ച് മുണ്ടിൻ തല്ല കൊണ്ട് കീറി തൊട്ടച്ച് ചെറുങ്ങനെ ഒരു ചിരിച്ച് അടിമുടി ഒരു തരിപ്പുകേറി ഞാൻ നിൽക്കവേ കല്ലിപ്പു കേട്ടാനായി ഒരുത്തൻ വന്നെന്നെ തുറിച്ച് നോക്കിയിട്ട് പല്ലിളിച്ചേ. മൂന്നാമത്തെ പെങ്കടിച്ച് മുരി നിവർത്തി വിടർന്നു നിന്ന് മീശ പത്തക്ക പിരിച്ചു വച്ച് മുണ്ടൊന്നെടുത്ത് മടക്കി കുട്ടി മൂളി പാട്ടും പാടിക്കൊണ്ട് താളമിട്ട് മൂടിൽ ഞാനൊന്ന് നിൽക്കവേ എന്റെ മൂക്കിനിട്ടൊരു കടിച്ചട സ്നേഹം മുട്ടിട്ട് വേറൊരുത്തൻ നാലാമത്തെ പെങ്കടിച്ച് നാണമൊക്കെ പറന്ന് 4 കാലിലാടി നിന്ന് 4 ചുറ്റും നോക്കിക്കൊണ്ട് നീട്ടി 4 വിസിലടിച്ച് വഴവഴാന്ന് നാവ് കുഴഞ്ഞു നിൽക്കവേ എന്റെ നടുപുറത്തിന് പടപട എന്ന് പടക്കം പൊട്ടിച്ച് മറ്റൊരുത്തൻ.
അഞ്ചാമത്തെ പെങ്കടിച്ച് ബെഞ്ചിന്മേലെ കയറി നിന്ന് ആടുതോമ വീശും പോലെ മുണ്ടഴിച്ച് വീശിയപ്പോ കളസമിടാൻ മറന്ന കാര്യം ഞാൻ ഒഴികെ പാറിലെല്ലാരും കണ്ടടാ, പാറിലെല്ലാരും കണ്ടടാ. കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ പോയൊരു നേരത്ത് മുണ്ടാട്ട മുട്ടിപ്പോയി എനിക്ക്, കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ പോയൊരു നേരത്ത് മുണ്ടാട്ട മുട്ടിപ്പോയി എനിക്ക്. ആറാമത്തെ പെങ്കടിച്ച് പാറിട്ടോണറ തെറിവിളിച്ച് ടോറി ചില്ലി തന്നെ പൊളിച്ച് ചതപറ കുപ്പിയിട്ട് തറ തൊടാതെ കറങ്ങി ഞാൻ ഇന്നടി മുട്ടി വിറ കൂതറയായി നിൽക്കവേ, കൂതറയായി നിൽക്കവേ. അന്നോനും പോയൊരു മുട്ടിനിടിച്ചിട്ട് മൂത്രം പൊടിയിലടയുന്നിരിക്കെ, അന്നോനും പോയൊരു മുട്ടിനിടിച്ചിട്ട് മൂത്രം പൊടിയിലടയുന്നിരിക്കെ. ഒന്നാം തീ വെള്ളം അടിക്കാൻ എന്തു ചെയ്യുമെൻ ദൈവമേ, പാറന്നവധിയാണല്ലോ കൂട്ടരെ. തൊട്ടു തലേനാള് ബാറിൻ്റെ ഉള്ളിൽ തന്നെ ഒളിച്ചിരുന്ന മതി കാര്യം നേടാം. ശാസന ഇത്ര കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ള മോശം. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ പോലെ ആമനത്താത്ത എവിടെയുണ്ടോ അവിടെ ബീരാനിക്കയുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാലുണ്ടാവുന്ന മണ്ടത്തരങ്ങൾക്കോ കയ്യും കണക്കുമില്ല. ബീരാനിക്ക കുത്തിയിരുന്ന് പാട്ട് പഠിക്കുക. ബെർലഡേ പോണേ കട്ടിയില്ലേ? അല്ല, സാനിയ മിർസയെ കണ്ട ആരാധകർ വളഞ്ഞു. പടച്ചോനെ, ഈ പെണ്ണുമുള്ളയെ കണ്ട് വളയാൻ മാത്രം എന്ത് സിദ്ധിയായി പെണ്ണുമുള്ളയ്ക്കുള്ളേ? അത് അവക്കടെ സിദ്ധി കണ്ടിട്ടൊന്നും വളയണതല്ല, പിന്നെ അവളിട്ടേക്കുന്ന ഡ്രസ് കണ്ടിട്ട് വളയണല്ലേ. അവളൊരു പർദ്ദയിട്ട് കളിച്ചോക്കട്ടെ, ഒരു ബലാലുകൾ ആ വശത്തുണ്ടാവൂല. അല്ല, സാനിയ മിർസ എരുമേ. ജബ്ബാറെ, നമ്മുടെ എരുമേനെ അയച്ചു വിട്ടു, അല്ലെങ്കിൽ അത് കയറ് പൊട്ടിക്കും. നിങ്ങൾ പാടിക്കോ. വന്ന് കിട്ടിപ്പോയി കിട്ടിപ്പോയി. എരുമേലി പേട്ടതുള്ളി അയ്യപ്പ തിന്തകത്തോ, എരുമേലി പേട്ടതുള്ളി അയ്യപ്പ തിന്തകത്തോ. അല്ലോ, ഈ എരുമയ്ക്ക് വേണ്ടിട്ടാണ് മറ്റേ എരുമേനെ അയച്ചു വിട്ടത്. ഇതെന്ത് പാട്ടാണ് മനുഷ്യനാ? എടി, ഇതാണ് ദൈവോസന സോങ്സ്, അതായത് ഭക്തി ഗാനം. എന്റെ ഭർത്താവേ, ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാവൂല. ഫസ്റ്റ് ഇടണമെങ്കിലേ പഴയ ക്ലാസിക്കൽ പാട്ട് തന്നെ പാടണം. ക്ലാസിക്കൽ എന്ത് സാധനോ? ഈ സരിയമ്മയൊക്കെ കുത്തിയടച്ചിരിക്കണ പടപടാന്ന് പറഞ്ഞ പാടച്ചോനെ അതാ എന്നാ പിടിച്ചോ. കേക്കട്ടെ. ഇതല്ല, അടുത്തേനാണ് കയ്യടി കിട്ടുന്നത്. പിടിച്ചോ. നിങ്ങൾ ആള് അന്നേ തേടി പഠിച്ചോനെ, സംഗതി പോയിന്നാ തോന്നണേ. ബടി അവിടെ അറിയോ? നമ്മളെ തലക്കടിച്ചത്. എന്റെ മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വടിക്കടിക്കണം. അതിന് ആർക്കും ഇവിടെ ഷോക്കടിച്ചത്? നിങ്ങൾ പാട്ട് പാടിയിട്ട് സ്റ്റക്കായിട്ട് നിന്നില്ലേ, അപ്പൊ നമുക്ക് ഷോക്ക് അടിച്ച്. അപ്പൊ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ബടിക്കണം. ആ ബടി നിനക്ക് ഇപ്പൊ ഷോക്ക് അടിച്ചു. ഇതാണ് അടിക്കേണ്ട നേരത്ത് അടി കിട്ടാതെ തന്നെ കുഴപ്പമുള്ളത്. ഇനി മിണ്ടൂല്ല, നല്ല മുഖം. ഇത് കണ്ടിന്യൂ ചെയ്തോ. ഇനി മനസ്സമാധാനമായിട്ട് വേറൊരു പാട്ട് പാടാം. ഒരു ഫാസ്റ്റ് നമ്പർ തന്നെ ആയിക്കോട്ടെ. चाहे 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 मुझे कोई चंगीली काहे, चाहे मुझे कोई चंगीली काहे. याहू ഉണ്ടരുത്. യാഹൂ കോറസ് വേണ്ട. യാഹൂ അന്നടലി പറഞ്ഞ കൂടെ പാടല്ലേന്ന് നമ്മള് പാടിയില്ല. ചാള വേണോ? ചാള ചാളമേരിയായിരുന്ന ചേട്ടാനെ ഊളെ. ആ മേരി, നിങ്ങളെ ഞാൻ കൊല്ലണോ? ചാള വേണോ? ചാളൊന്നും വേണ്ട. പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചു കൂവിയത്? ആര് വിളിച്ചു കൂവി? നമ്മള് പാട്ട് പാടിയതല്ലേ? അതെ, ഇങ്ങേര് പാട്ട് പാടി കഴിഞ്ഞാൽ സാധാരണ നാട്ടുകാരാണ് കൂവണത്. ഇന്ന് ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങേര് എന്നെ പാടി ഇങ്ങേര് എന്നെ കൂവിക്കൊണ്ട് കിടക്കാണ്. ഇതെന്താണ് തക്കാളി പെട്ടിയൊക്കെ? ഒറ്റടി വെച്ചതല്ല, ഇത് തക്കാളി പെട്ടി അല്ലത്, ഇത് വീണയല്ലേ. അപ്പൊ ഇന്നാള് പറഞ്ഞ് തമ്പുരുവാണെന്ന്. തമ്പൂര് എന്ന് പറഞ്ഞ ദീസാനല്ലേ? എന്റെ മേരി പാട്ട് പ്രാക്ടീസ് ആണ്. പിന്നെ കുഴിയിലോട്ട് കാൽ നീട്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാടുന്നത്. ഇപ്പൊ എല്ലാ ടിവിയിലും റിയാലിറ്റി ഷോന്റെ അസുഖല്ലേ?
ബൈക്കിൽ കൂടെ പോണ ധർമ്മക്കാർക്ക് വരെ ചാൻസ് ആണ്. അങ്ങനെ ഞമ്മക്കും കിട്ടി ഒരു ചാൻസ്. ഞങ്ങള് രണ്ടുപേരുണ്ട്. ഷോയിന്റെ പേരെന്താന്നറിയാമോ? എല്ലാരും തുള്ളണ്. എന്റെ മേരി ഭർത്താനം പറഞ്ഞിക്കാൻ നേരൂല. റിയാലിറ്റി ഷോക്കുള്ള സമയം ഈ ഷർട്ടുകൾ എടുത്തേ. എങ്ങനെ പോകാനാണ്? ഇന്ന് വണ്ടിയൊന്നും ഓർണില്ല. എന്താ വണ്ടി ഓടാത്തെ? ഹർത്താലാണ്. ഈ മാസം തന്നെ 10ാമത്തെ ഉള്ളത്. ഇത് എന്തിന്റെ പേരിലെ പുതിയ ഹർത്താല്? അതായത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം തന്നെയാണ് പ്രശ്നം. നിങ്ങൾക്കറിയണോ? ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ ചന്തയിൽ പോയത്. ചാള മേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ ദേക്കട് ഹർത്താലാണെന്ന്. അവിടെയൊക്കെ നോക്കിയപ്പോ ചാള പൊതിയാനൊരു പേപ്പർ പോലും ഇല്ല. തൊട്ടടുത്ത ജംഗ്ഷനിൽ നോക്കിയപ്പോ ദേ കിടക്കണ ഒരു കെട്ട് സാമൂഹ്യ പാഠം. ആരാണ് ഈ സാമൂഹ്യ പാഠത്തിന് കുറ്റം പറയണത്? നല്ല 1ാം തരം സാമൂഹ്യ പാഠം. 2 പേപ്പർ കീറിയ 2 കിലോ ചാള അസലായിട്ട് പൊതിയ. അത്ര നല്ല കട്ടുള്ള പേപ്പറാണ്. എന്നാ മേരി ആ വിവാദമായ പേജിൽ തന്നെ 2 കിലോ ശാളകൾ പോഞ്ഞെടുത്തേ. അതെന്തിനാണ് മനുഷ്യനെ ഈ വിവാദമായ പേജിൽ തന്നെ? എന്തായാലും നാറി ഇനി അങ്ങോട്ട് ചീഞ്ഞ് നാറട്ടേന്നെ. അല്ല, ഇത്ര മാത്രം ചീഞ്ഞു നാറാനായിട്ട് അതിനകത്ത് എന്താ പ്രശ്നം? ഈ സമൂഹത്തിലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയ പുസ്തകമാണല്ലോ സാമൂഹ്യ പാഠം. എന്ന് വെച്ചാ അത് വായിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. വീട്ടുകാരെ, സുഹൃത്തുക്കളെ, 7ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പാഠപുസ്തകം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഈ വഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ടോ, ഞാനിപ്പോ വരാം. പഠിച്ചോനെ തേടിയ കിനാവുള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞ പോലെയല്ല. നേതാവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നേതാവ് എത്തി. അതെ, വിളിക്കാതെ തന്നെ എത്തി. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചോദിച്ചോ. തീരെ സമയമില്ല, ധൃതിയാണ്. ഇങ്ങനെ ധൃതി പിടിച്ച് എങ്ങനെ ഈ പായം പുലി ഓളാരി പോണേ? അപ്പൊ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത്? അതെ. ഒന്നും അറിഞ്ഞില്ല. 7ാം ക്ലാസ് പാഠപുസ്തകം അതിനെതിരെ സെക്രട്ടേറിയറ്റില് ഉപരോധം. ഞാനാണ് മുന്നിൽ. എന്താണ് ഈ പാഠപുസ്തകത്തിന്റെ കുഴപ്പം? എന്താണ് മൊത്തം കുഴപ്പമാണ്. എന്താ കുഴപ്പമൊന്നോ? പാഠപുസ്തകത്തിൽ തവള. പഠിച്ചോനെ പാടത്ത് തവള കയറിയത് കേട്ടിട്ടുണ്ട്. ഇത് പാഠപുസ്തകത്തിൽ തവള. അതാ പറഞ്ഞത് കുഴപ്പമാണ്, മൊത്തം കുഴപ്പമാണ്. നിങ്ങൾ ഈ കൊയലപ്പം എന്ന് പറയാതെ എന്താണ് കുഴപ്പം? അത് പറ. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകം കുഴപ്പമാണ്. എന്താ ഈ പറയണത്? 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കുഴപ്പം എന്താണെന്ന് വായിച്ചു പറഞ്ഞ് മനസ്സിലാക്കി താ നേതാവേ. അതിന് പുസ്തകമില്ലല്ലോ. പുസ്തകമുണ്ടല്ലോ ഇന്ന്. ഇതാണ് പുസ്തകം. ഞാൻ വിചാരിച്ചു ബോബനും മോള് വരയ്ക്കുന്നു. ബോബനും മോളിയല്ല, ശിക്കാരി ശംഭു. അങ്ങോട്ട് വായിക്കും നേതാവേ. വായിക്കണമല്ലേ? വേണം. കാണാതെ പഠിച്ചൊക്കെ മറന്നും പോയി. ഇത് കുഴപ്പം. ഇവിടെ കുഴപ്പമാണ്. അയ്യേ, ഇത് കണ്ടോ? കുറെ കുട്ടികൾ മഴയത്ത് തലയും കുത്തി നിൽക്കണത്. എന്റെ നേതാവെ ആദ്യം പുസ്തകം തലതിരിച്ച് പിടിക്കും, നേരെ ജോയിന് പിടിക്കും. ഇത് മലയാളമായിരുന്നല്ലേ? അതാണ് ഇതിന്റെ കുഴപ്പം. ഇവിടെ സാമൂഹ്യ പാഠത്തിന് മാത്രമല്ല കുഴപ്പം. ഇവരെ പോലുള്ള നേതാക്കന്മാർ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലല്ല. ഇവരാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ. ഹലോ, എന്ത്? പോലീസുകാരനെ നെഞ്ചത്ത് കയറിച്ച നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകനെ പോലീസ് ഫോണിൽ വിളിച്ച് തെറി വിളിച്ചെന്നോ? ഇനി ഒന്നും നോക്കണ്ട. ആരെ കൊന്നിട്ടാണെങ്കിലും നാളെ കേരളം മുഴുവൻ ഹർത്താൽ. അടിച്ചോ പൊളിച്ചോ ഓടണ വണ്ടികൾ, അടിച്ച് തകർത്തോ കാണണ കടകളും, ബ്യൂട്ടിക്ക് പോണോന് കല്ലെടുത്തെറിയണതെന്തിനു വേണ്ടി? മനുഷ്യനെ കുരുക്കണ കുടുക്കിനെ പറയണ ഹർത്താൽ എന്നൊരു പേരിൽ. അടിച്ചോ പൊളിച്ചോ ഓടണ വണ്ടികൾ, അടിച്ച് തകർത്തോ കാണണ കടകളും, ബ്യൂട്ടിക്ക് പോണോന് കല്ലെടുത്തെറിയണതെന്തിനു വേണ്ടി? മനുഷ്യനെ കുരുക്കണ കുടുക്കിനെ പറയണ ഹർത്താൽ എന്നൊരു പേര്.
ഇടതന് തോന്നിയാൽ ഇന്നൊരു ഹർത്താൽ, വലതന് തോന്നിയാൽ അന്നൊരു ഹർത്താൽ, മാസത്തിൽ 30 ദിവസവും ഹർത്താൽ. എന്തിനു വേണ്ടി? നമ്മുടെ നാട് മുടിക്കണ പാർട്ടിക്കാരുടെ ഹുങ്കിനു വേണ്ടി. ഇടതന് തോന്നിയാൽ ഇന്നൊരു ഹർത്താൽ, വലതന് തോന്നിയാൽ അന്നൊരു ഹർത്താൽ, മാസത്തിൽ 30 ദിവസവും ഹർത്താൽ. എന്തിനു വേണ്ടി? നമ്മുടെ നാട് മുടിക്കണ പാർട്ടിക്കാരുടെ ഹുങ്കിനു വേണ്ടി. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് സിനിമയിൽ പല പല സ്റ്റാർട്ടിനും വെള്ളക്കണ്ണ്, മക്കയും അമ്മയും ചേമ്പറും കൂടി ഇതെന്തൊരു പോര്. ഇവരുടെ ജാട കളിക്കണ നാടകമൊക്കെ ഇതെന്തൊരു ബോറ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് സിനിമയിൽ പല പല സ്റ്റാർട്ടിനും വെള്ളക്കണ്ണ്, മക്കയും അമ്മയും ചേമ്പറും കൂടി ഇതെന്തൊരു പോര്. ഇവരുടെ ജാട കളിക്കണ നാടകമൊക്കെ ഇതെന്തൊരു ബോറ്. Presenting 3 new projects in Kerala from Coral Group Builders and Developers. Coral Olympus, Kochi. Coral Abacus, Thiruvananthapuram. Coral Utopia, Alua. Coral Group Builders and Developers. Presenting 3 new projects in Kerala from Coral Group Builders and Developers. Coral Olympus, Kochi. Coral Abacus, Thiruvananthapuram. Coral Utopia, Alua. Coral Group Builders and Developers. കഴിഞ്ഞ 15 കൊല്ലക്കാലമായി നമ്മൾ ദേമാവേലി കൊമ്പത്ത് എന്ന ഈ കാസറ്റിലൂടെ നിരവധി തമാശകളും പാരഡി പാട്ടുകളും എല്ലാം കേട്ട് കുടുകൂടാ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ വീഡിയോ വെർഷൻ നമ്മൾ കണ്ടു. കാലിക പ്രശ്നങ്ങളെ ഇത്ര ഹ്യൂമറസായി അവതരിപ്പിക്കുന്ന മറ്റൊരു കാസറ്റില്ല എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദിലീപിനും നാദിർഷയ്ക്കും മറ്റ് ടീം അംഗങ്ങൾക്കും ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രഗത്ഭരായ പലരെയും അവരുടെ പ്രസംഗങ്ങളും അവരുടെ രൂപവും ഭാവവും എല്ലാം നമുക്ക് ഒരുപാട് പോപ്പുലറാക്കി തന്നത് ദേമാവേലി കൊമ്പത്തെന്ന ഈ കാസറ്റിലൂടെ ഈ മിമിക്രി കലാകാരന്മാരാണ്. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സത്യമേവ ജയതേ എന്ന പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമസ്കാരം. അയ്യോ, കേരളത്തിലെ പ്രമുഖരായ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സത്യമേവ ജയതേ എന്ന പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. വികസനത്തിന്റെ പാതയിൽ അമേരിക്കയും ജപ്പാനും റഷ്യയും ചൈനയും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ അല്ലെങ്കിൽ കേരളം വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നതിനുള്ള ശക്തമായ മറുപടിയാണ് സത്യമേവ ജയതേയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഉപകരണം. ഇനി ഈ ഉപകരണം ഞങ്ങൾ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താം. ഒറ്റനോട്ടത്തിൽ ഇതൊരു ടി വി ആണെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ടി വി അല്ല. ഇത് ഒരു പ്രത്യേകതരം ടി വി ആണ്. സോറി, ഒരു കമ്പ്യൂട്ടറാണ്. ഇതിൽ 2 ബൾബുകൾ ഞങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പച്ച ബൾബും ഒന്ന് ചുമല ബൾബും. എന്താണിതെന്ന് ചോദിച്ചാൽ സത്യവും നുണയും തിരിച്ചറിയുന്ന 2 ബൾബുകളാണിത്. കാരണം ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. സത്യമാണ് അവർ പറയുന്നതെങ്കിൽ ഇതിലെ പച്ച ബൾബും, നുണയാണ് അവർ പറയുന്നതെങ്കിൽ ഇതിലെ ചുമന്ന ബൾബും കത്തുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ ഈ പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമുക്കറിയാം വളരെ വിവാദമുണ്ടായിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ PS അച്യുമാമൻ, പ്രതിപക്ഷ നേതാവ് തൊമ്മൻ ചാണ്ടി, ശ്രീ KJ ഔസേപ്പച്ചൻ, ശ്രീ ചുരുളീധരൻ. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ അച്യുമാമൻ സാറിനോടാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ.
താങ്കൾ കേരളത്തിൽ ഒരു കളങ്കമില്ലാത്ത നിഷ്കളങ്കനായ ഒരു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് സത്യം. അതല്ലേ സത്യം? അത് മാത്രമാണ് സത്യം. ദേ പച്ചകത്തിയടോ. എങ്ങനെ പോകുന്നു സാർ താങ്കളുടെ ഭരണമൊക്കെ? വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. അയ്യോ, സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്മൂത്ത് ഒന്നുമല്ല. അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിവര് കാരണം. സാറ് പറഞ്ഞത് കള്ളമാണല്ലോ. അല്ല, എന്റെ കൂടെയുള്ളവരും കുറച്ചു പ്രശ്നക്കാരാണ്. പച്ചയോട് പച്ച. അടുത്ത ചോദ്യം, ജനങ്ങൾ താങ്കളുടെ ഭരണത്തിൽ ശരിക്കും സംതൃപ്തരാണോ? സംതൃപ്തരാണെന്നോ? എന്റെ ഭരണത്തിൽ 100% ജനങ്ങളും സംതൃപ്തരാണ്. 100% പേരെ സംതൃപ്തരാക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സംതൃപ്തനാണ്. ചോപ്പ് വലിയ സംതൃപ്തിയൊന്നുമില്ല. പച്ച. അടുത്ത ചോദ്യം പ്രതിപക്ഷ നേതാവായ താങ്കളോടാണ്. ശരിക്കും നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരേ സമയത്ത് കാണുന്ന ഒരു സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താ? അതായത് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായവും ഈ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിനെ 100% വിശ്വസിക്കാം. കണ്ട പച്ചകത്തി, അങ്ങനെ എനിക്കും ഒരു പച്ചകത്തി. എന്നെ പോലെ ഈ കമ്പ്യൂട്ടറിനെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. എല്ലാവർക്കും ഒരു തെറ്റുപറ്റും. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഇനി അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നുമില്ല. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വളരെ സത്യസന്ധമായിട്ടാണോ താങ്കൾ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നത്? പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. അതല്ല, കുറച്ചൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്ത ചോദ്യം ചുരുളിധരൻ സാറിനോടാണ്. സാർ, നിങ്ങൾ പുതിയ പാർട്ടിയൊക്കെ രൂപീകരിച്ചല്ലോ. അതെ, രൂപീകരിച്ച്. എന്താ വല്ല കുഴപ്പമുണ്ടാ? ഏകദേശം എത്ര പ്രവർത്തകർ നിങ്ങളുടെ പിന്നിൽ ഉണ്ടാവും? എന്റെ പാർട്ടിയിൽ അണികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ അണികളെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന്. അത്രയും പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചു പേര് പോയിട്ട് ഏതാണ്ട് ഒരു 75,000, 50,000, 25,000, 10,000, 2,000, 1000. ബൾബേ, കളി എന്റെ അടുത്ത് വേണ്ട. കഴിഞ്ഞ മീറ്റിംഗിന് 16 പേരുണ്ടായിരുന്നു. അച്ഛന്റെ മുമ്പ് ഞാൻ തോറ്റിട്ടില്ല, പിന്നാണ് ബൾബിന്റെ മുമ്പിൽ. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ചോന്ന ഫ്ലൈറ്റ് അടിച്ചു പോയനെ. ലൈറ്റ് അടിച്ചു പോയനെ. ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിന്റെ കാര്യം ഓർത്തത്. ഇനി അടുത്ത ചോദ്യം KJ ഔസേപ്പച്ചൻ സാറിനോടാണ്. ഫ്ലൈറ്റിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഇതിപ്പോ മേളിക്കൂടെ പോയ ഫ്ലൈറ്റ് എടുത്ത് എയർപോർട്ടിൽ വെച്ച പോലെയായി. ചോദിച്ചോ. ഫ്ലൈറ്റ് യാത്രക്കിടയിൽ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമില്ല. എനിക്ക് ആ സ്ത്രീയെ അറിയത്തുപോലുമില്ല. അതല്ല, കുറച്ചു നേരത്തേക്ക് അറിയാം. ഞാൻ ചോദിച്ചതൊന്നുമില്ല. താങ്കൾ ആ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയോ? അത് ഈ യാത്രാ മധ്യയില് ഇടയ്ക്ക് ബാലൻസ് തെറ്റിപ്പോയി. ഫ്ലൈറ്റിന്റെ ആണോ? അല്ല, എന്റെ മനസ്സിന്റെ. ഏതായാലും സത്യവും നുണകളും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഈ ഇരിക്കുന്ന 4 പേരിൽ ആരായിരിക്കും? അതിന് സംശയം എന്തിരിക്കുന്നു? അത് തെളിയിച്ചു കഴിഞ്ഞതല്ലേ. അടുത്ത മുഖ്യമന്ത്രി ഞാനായിരിക്കും. അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെ. പക്വത വെച്ച് നോക്കുമ്പോൾ ഞാനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അതെ, തർക്കം വേണ്ട. നിങ്ങൾ പ്രായമുള്ള ആൾക്കാരുടെ അവസരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ചെറുപ്പക്കാരുടെ ഊഴമാണ്. അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെയായിരിക്കും. വെള്ളം വാങ്ങി വെച്ചേക്ക്. എനിക്കൊരു അവസരം കൂടി തരൂ. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ. സത്യം തുറന്നു പറയൂ. കമ്പ്യൂട്ടർ അടുത്ത മുഖ്യമന്ത്രി ഞാനായിരിക്കും. അങ്ങനെ തന്നെ വേണം. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. കമ്പ്യൂട്ടർ ഒരിക്കലും തെറ്റുപറ്റില്ല. അവിടെ ഇരിക്കേ. ഞാൻ പറയുന്നത് കേക്ക്. ഏതായാലും നിങ്ങൾ 4 പേരും അല്ലാത്ത സ്ഥിതിക്ക് ഒരാളുടെ പേര് കൂടി കമ്പ്യൂട്ടറിനോട് ചോദിക്കാൻ എനിക്കൊരു അവസരം തരൂ. ഞാൻ ചോദിക്കണം, നിങ്ങൾ മിണ്ടായിരിക്കും. മിസ്റ്റർ കമ്പ്യൂട്ടർ, അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുള്ള യോഗ്യൻ ശ്രീ ലീഡറാണോ? പച്ചകത്തി, ഈ കമ്പ്യൂട്ടറിന്റെ കാര്യമായി എന്താ തകരാർ സംഭവിച്ചിട്ടുണ്ട്? ഞങ്ങൾ അയ്യോ, എന്നെ തല്ലി കൊല്ലല്ലേ. ലീഡറോ? അതെ, ഞാനാണ്. ഓഹോ, അപ്പോൾ നിങ്ങളാണല്ലേ ഇത്രയും നേരം മേശയുടെ അടിയിലിരുന്ന് സെറ്റിട്ട് കളിച്ചത്? കഷ്ടം. നിങ്ങൾക്ക് നാണല്ലേ വയസ്സാങ്കലത്തെ ഒരുമാതിരി? ഈ അച്ഛൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാമോ? നീ മിണ്ടരുത്. ലോകത്തൊരു മകനും ഒരച്ഛനിങ്ങനെ പാര വെച്ചിട്ടുണ്ടാവില്ല. പാര വെക്കാനും പാര പണിയാനും എന്നെ പഠിപ്പിച്ച ഗുരു അച്ഛനാണ്. ആ അച്ഛൻ ഇപ്പൊ എന്നെ കാണുന്നത് കുരുവാണല്ലേ?
പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. കരയല്ലേ എൻ മകനെ, ചതിച്ചില്ല ഞാൻ നിന്നെ, ഗതികെട്ട പുലിയും ചില്ലി ചിക്കൻ തിന്നോളെ. കരയല്ലേ എൻ മകനെ, ചതിച്ചില്ല ഞാൻ നിന്നെ, ഗതികെട്ട പുലിയും ചില്ലി ചിക്കൻ തിന്നോളെ. പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. എന്നെ വളർത്തിയ പാർട്ടി നുടക്കി മാറാൻ പറഞ്ഞതും അന്നച്ഛൻ എല്ലാം ത്യജിച്ചു ഞാനന്നിറങ്ങി വന്നില്ലേ. മണ്ടൻ ചുവപ്പു പാർട്ടിയിൽ ഇടിച്ചു കേറാൻ ഇളിച്ചു കാട്ടിച്ചെന്നു, പക്ഷേ പുറത്തിറക്കിയവർ വാതിലടച്ചില്ലേ. അങ്ങനെ ഞാനും ഇളിഭ്യനായി വിഷണ്ണനായി പിരാന്തനായി ഞാൻ നിന്നു. ഇളിഭ്യനായി വിഷണ്ണനായി പിരാന്തനായി ഞാൻ നിന്നു. പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. Come on baby, come to me. വരില്ലേ നീ? വളർന്ന പാർട്ടിയിലിരുന്ന സീറ്റിൽ തിരിച്ചു കേറാനച്ഛൻ ശ്രമിച്ചിടുമ്പോൾ കൊളം കലക്കല്ലേ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. പിടിച്ചു കേറി ഇരിപ്പുറച്ചാലെടുത്തു കേട്ടാം നിന്നെ, മോനിടയ്ക്ക് ചുമ്മാ ഒടക്ക് വെക്കല്ലേ. എനിക്ക് അച്ഛനെ തീരെ വിശ്വാസമില്ല. അലമ്പു മാറ്റി പിരാന്തു മാറ്റി മിടുക്കനായി നീ വന്നോ, നിന്റൊടക്കു മാറ്റി ചിരിച്ചു കാട്ടി തിരിച്ചു കേറാൻ നിന്നോ. പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. കരയണ്ട എൻ മകനെ, വിളിക്കുന്നു ഞാൻ നിന്നെ, തറവാട്ടിൽ മോനൊരു സീറ്റിന്നച്ഛൻ പണിയൂലേ. കരയണ്ട എൻ മകനെ, വിളിക്കുന്നു ഞാൻ നിന്നെ, തറവാട്ടിൽ മോനൊരു സീറ്റിന് അച്ഛൻ പണിയൂലേ. പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ പോയില്ലേ. പലവട്ടം കൂടെ നിന്നു ഞാൻ എന്നിട്ടും പറ്റിച്ചെന്നെ ഒരു വാക്കും മിണ്ടാതച്ഛൻ. നമുക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു ജ്യോത്സ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാണുമ്പോൾ മനസ്സിലാവും. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് എന്താ പറ്റിയെന്നറിയില്ല, സംസാരിക്കുമ്പോൾ മുഴുവൻ TV ചാനലുകളുടെ പേര് കോർത്തിണക്കിയേ സംസാരിക്കാറുള്ളൂ. നമസ്കാരം. അനന്തൻ അജ്ഞാതം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് കോളുകൾ നമുക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കോള് ആരുടെയാണെന്ന് നോക്കാം. ഹലോ, ആരാണ്? ഞാൻ TV അമൃതയാണ്. ഓ, അമൃത TV. എന്താ കംപ്ലൈന്റ്? ഞാൻ എന്റെ മകൻ കിരണിന്റെ ഹിസ്റ്ററി നാഷണൽ ജിയോഗ്രഫി അറിയാൻ വിളിച്ചതാണ്. നിങ്ങളുടെ മകന്റെ ടെലികാസ്റ്റിംഗ് ഡേറ്റ് പറയൂ. എന്താ ചോദിച്ചേ? നിങ്ങളുടെ മകന്റെ ജനതീയതി പറയൂ. CNN മാസം DD2-ലാണ് അവനെ ടെലികാസ്റ്റ് ചെയ്തത്. ഇപ്പൊ അവൻ ആദ്യം ആക്ഷൻ വരും, പിന്നെ ശബ്ദം വരുള്ളൂ. അതെന്താ? ഒറ്റ നോട്ടത്തിൽ സാറ്റലൈറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ എന്റെ ജൂക്ക് ബോക്സിൽ റോസ് ബൗൾ ഇട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കട്ടെ. നോക്കിക്കോ. ഡിസ്കവറി. എന്താണ് സർ? ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളുടെ മകന്റെ ഇന്ത്യ വിഷ ശരിയല്ല. മാത്രമല്ല അവന് ഫാഷൻ ടിവിയുടെ അപഹാരവും ഉണ്ട്. അയ്യോ, അതിനിപ്പോ എന്ത് ചെയ്യും? നിങ്ങള് സോണി TV ഒന്ന് ട്യൂൺ ചെയ്യണം. അല്ല, അതിന് അവൻ അടുത്ത വീട്ടിലെ സോണി പെണ്ണിനെ ട്യൂൺ ചെയ്യുന്നുണ്ട്. അതത്ര നല്ലതല്ല. അവളുടെ ആങ്ങളെ സോണി മാക്സിന്റെ ചെവിയിലെങ്ങാനും ഈ ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിയാൽ അത് അവന്റെ ജീവൻ TVക്ക് എന്നെ ദോഷം ചെയ്യും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? TV ഇത് കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവന്റെ MTVക്ക് തകരാറ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ചൊവ്വ ഡിഷും കാണുന്നുണ്ട്. കേട്ടോ സാറേ, കഴിഞ്ഞ ദിവസം അവൻ എന്റെ കഴുത്തിൽ കിടന്ന സ്റ്റാർ ഗോൾഡ് പൊട്ടിച്ചു. എന്താ? കെട്ടുതാലി പൊട്ടിച്ചു. എന്നിട്ട് MTV അടിച്ചു. അത് MTV ആയിരിക്കില്ല, MCB ആയിരിക്കും.
ഇങ്ങനെ പോയാൽ അവന്റെ ജീവൻ ടിവിയിൽ വിജയ് ടി വി കാണുന്നില്ല. അല്ല സാർ, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? പരിഹാരം എന്ന് പറഞ്ഞാൽ അമൃത ടിവിക്ക് മുമ്പിൽ 3 ശയനപ്രദക്ഷിണം, എല്ലാ ചൊവ്വാഴ്ചയും ഷാലോമിൽ പാട്ട് കുർബാന, ആജ് തക്കിൽ സോണി മാക്സ് തിരി കത്തിച്ച് പവർ വിഷൻ ധ്യാനം കൊടുക്കുക. അല്ല, ഇതൊക്കെ ചെയ്തിട്ടും ശരിയായില്ലെങ്കിലോ? ഇതൊന്നും ശരിയായില്ലെങ്കിൽ അറ്റ കൈക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. അവൻ ഫാഷൻ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വി ആകൃതിയിൽ നിന്ന് നല്ല പവർ വിഷനിൽ നിങ്ങളുടെ 2 കൈരളിയും പൊക്കി അവന്റെ ആനിമൽ പ്ലാനറ്റ് നോക്കി ഒരു KTV ഇട്ട് കൊടുത്ത അതോടെ അവന്റെ ജീവൻ ടി വി തീർന്നോളും. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോകോ, ഞാനും പോകോ. എങ്ങോട്ട് പോകാൻ? പോയി വീട്ടിൽ പോയിരുന്ന് എന്തെങ്കിലും ടി വി തുറന്ന് വല്ല പരിപാടിയും വല്ല കാണാം. അയ്യോ, TV ഒന്നും കാണാൻ ഞാനില്ലേ. അതെന്താ? എന്താണെന്നോ? തുറന്നാൽ പാട്ടാണ്, ജനം തമ്മിലടിക്കണ പാട്ടാണ്, മുട്ട കടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസ് ആണ്. TV തുറന്നാൽ പാട്ടാണ്, ജനം തമ്മിലടിക്കണ പാട്ടാണ്, മുട്ട കടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസ് ആണ്. കൊച്ചിന് തൊണ്ടയിലെങ്ങാൻ സംഗതിയില്ലേൽ പോക്കാണ്, മുട്ടിന് മുട്ടിന് സംഗതി വന്നാൽ ജഡ്ജിയിടുന്നത് മാർക്കാണ്. പാടണ കൊച്ചിന് തൊണ്ടയിലെങ്ങാൻ സംഗതിയില്ലേൽ പോക്കാണ്, മുട്ടിന് മുട്ടിന് സംഗതി വന്നാൽ ജഡ്ജിയിടുന്നത് മാർക്കാണ്. TV തുറന്നാൽ പാട്ടാണ്, ജനം തമ്മിലടിക്കണ പാട്ടാണ്, മുട്ട കടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസ് ആണ്. വെല്ലണ പാട്ടുണ്ടേലും വോട്ടില്ലെങ്കിൽ ഔട്ടാണ്. SMS പേരും ചൊല്ലി ചാനൽ തിന്നണ കാശാണ്. ദാസേട്ടന വെല്ലണ പാട്ടുണ്ടേലും വോട്ടില്ലെങ്കിൽ ഔട്ടാണ്. SMS പേരും ചൊല്ലി ചാനൽ തിന്നണ കേശാണ്. TV തുറന്നാൽ പാട്ടാണ്, ജനം തമ്മിലടിക്കണ പാട്ടാണ്, മുട്ട കടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസ് ആണ്. പാടണ കുട്ടിയുടെ തള്ളകരഞ്ഞാൽ ജഡ്ജും കരയും ജോറായി. ഈ കള്ളക്കരച്ചിൽ കാട്ടാനായി ക്യാമറ ചെല്ലും റോസായി. പാടണ കൊച്ചിന്റെ തള്ളകരഞ്ഞാൽ ജഡ്ജും കരയും ജോറായി. ഈ കള്ളക്കരച്ചിൽ കാട്ടാനായി ക്യാമറ ചെല്ലും ക്ലോസായി. TV തുറന്നാൽ പാട്ടാണ്, ജനം തമ്മിലടിക്കണ പാട്ടാണ്, മുട്ട കടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസ് ആണ്. മാറ്റാൻ ചാനൽ മാറ്റിയാൽ അവിടെ മത്സര പൊടിപൂരം. ഇത് വളരാൻ തുടങ്ങണ കുഞ്ഞിന് ചാനൽ തളരാൻ കൊടുക്കണ ഷോക്കാണ്. ഓൾറെഡി മാറ്റാൻ ചാനൽ മാറ്റിയാൽ അവിടെ മത്സര പൊടിപൂരം. ഇത് വളരാൻ തുടങ്ങണ കുഞ്ഞിന് ചാനൽ തളരാൻ കൊടുക്കണ ഷോക്കാണ്. TV തുറന്നാൽ പാട്ടാണ്, ജനം തമ്മിലടിക്കണ പാട്ടാണ്, മുട്ട കടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസ് ആണ്. മഞ്ഞായി അവിടെ നിക്കി, എവിടെ പോണത്? ഞാൻ ചാണാപ്പുളി ചാനലിന് പുതിയതായിട്ട് വരുന്ന പൊളപ്പൻ പ്രൊഡ്യൂസറാണ്. പേര് കായക്കൂട്ടൻ ശശാങ്കൻ. ചാടാപ്പുളി ശശാങ്കൻ അതിരിക്കട്ടെ. എന്താ ശവാങ്ക അല്ല, എന്താ ശശാങ്ക മുതലാളിക്ക് വേണ്ടേ? പറയുമ്പോ എല്ലാം പറയണല്ലേ മഞ്ഞ. ഈ ദൈവങ്ങളുടെ സീരിയല് കണ്ട് കണ്ട് ജനങ്ങളെല്ലാം പിടിവിട്ടിരിക്കുകയാണ്. ഇനി ട്രെൻഡ് മാറ്റിയില്ലെങ്കിൽ ഞങ്ങളെ പോലെ സീരിയൽ മുതലാളികൾ തെണ്ടേണ്ടി വരും. അതുകൊണ്ട്
മാവേലിനെ നായകനാക്കി ഒരു മെഗ ചെയ്യാൻ ചാണാപ്പുലി ചാനൽ സ്ലോട്ട് എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. പ്യാര് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് മാവേലി മഞ്ഞനും ശർക്കര വരട്ടിയും പിന്നെ അവിയലും. ടൈം അറിയില്ലല്ലോ. ബെസ്റ്റ് ടൈമാണ്. 3:30 മണിക്ക്. അത് കഴിയുമ്പോഴാണ് കോഴി കൂവണത്. തിരുമേനി സീരിയല് കഴിയുമ്പോ കോഴി വരെ കൂവും, അഭിനയിക്കടാ. നീ ഒരു പാരയാണല്ലേ. നിനക്ക് അറിയില്ല ശേഷം കണ്ട മക്കൾ അവന്റെ കാര്യം എങ്ങനെയെങ്കിലും എന്റെ ഈ സീരിയലൊന്ന് തലവെച്ച് സഹായിക്കും. അത് വേണ്ട. പണ്ട് വാമനൻ 3 അടി മണ്ണിന്റെ എപ്പിസോഡ് ചോദിച്ചപ്പോ ഞാൻ എന്ന് തല വെച്ച് കൊടുത്തതിന്റെ ഇന്ന് ഞാൻ അനുഭവിക്കണേ തന്നെ. അതിനുശേഷം എന്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു തവണ ഞാൻ വരും, അതും എന്റെ പിള്ളേരോടൊപ്പം. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇവരിലൂടെ ഞാൻ പറയും. അവരില്ലാതെ എനിക്ക് എന്താഘോഷം? അപ്പൊ ഞാൻ നീ വേറെ ഏതെങ്കിലും ദൈവത്തെ പോയി പിടിയിടാ. കണ്ടില്ലേ, വർഷത്തിൽ ഒരിക്കൽ കേരളം കാണാനെത്തുന്ന പ്രിയപ്പെട്ട നമ്മുടെ മഹാബലി തമ്പുരാന് വരെ ഈ സീരിയലിന്റെ നിർമ്മാതാക്കൾ വെറുതെ വിടുന്നില്ല. കാരണം പണ്ട് കണ്ണീരായിരുന്ന ബിസിനസ് എങ്കിൽ ഇന്ന് ഭക്തിയാണ് ഏറ്റവും വലിയ ബിസിനസ്. ഓക്കെ, മുൻറെഡിയല്ലേ? പിന്നെ നമുക്കറിയാത്ത ഡയലോഗ് വല്ലതും ഉണ്ടോ? നമ്മൾ സൂപ്പറല്ലേ സാർ? താൻ രാവിലെ തന്നെ അടിച്ചിട്ടുണ്ടല്ലേ? തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള സീരിയലിന്റെ ഷൂട്ടിംഗ് വരുമ്പോ സ്മാൾ അടിച്ചോണ്ട് വരരുതെന്ന്. എന്ത് കഷ്ടമാണ്. അയ്യോ, അത് ഇന്നലെ അടിച്ചതാ. എത്രയെന്ന് പറഞ്ഞാ ഞാൻ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. നിങ്ങൾ ഇന്നലെ പായ്ക്കപ്പായി പോയി വിവരം പോലും ഞാൻ അറിഞ്ഞില്ല. അതിന്റെ ഹാങ് ഓവർ ഇത് സത്യം. നമ്മൾ എന്താ എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്? മുനി പർണശാലയിലേക്ക് വരുമ്പോഴുള്ള അതിന്റെ സ്ഥാനത്ത് പർണശാല എന്ന് പറഞ്ഞു കൂടാരത്തിലേക്ക് വരുമ്പോ അങ്ങോട്ട് വരുമ്പോ ഉള്ള ഡയലോഗ് അല്ലേ? ഡയലോഗ് പഠിച്ചിട്ടുണ്ടോ താൻ? പിന്നെ നമുക്കറിയാൻ പറ്റാത്ത ഡയലോഗ് ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഓർമ്മയുണ്ട് ഈ മുഖം. ഇത് മറ്റേ സുരേഷ് ഗോപിയുടെ പടത്തിൽ. സുരേഷ് ഗോപിയുടെ പടത്തിലെ ഡയലോഗ് അല്ല ഇപ്പൊ ഈ ഷോട്ടിൽ പറയാനുള്ള ഡയലോഗ് തനിക്കറിയാവോ? അതറിയത്തില്ല. ഇയാള് പറഞ്ഞു തന്നിട്ടില്ല. ഭ്രാന്താവുന്നുണ്ട് കേട്ടോ. ഒന്നാമത് റേറ്റിംഗ് കയറാതിരിക്കുക. പറഞ്ഞു കൊടുക്ക്. അല്ല, മറ്റേ നമ്മൾ വിട്ടല്ല. ആദ്യം ഒരെണ്ണം നമ്മൾ വിട്ടു. അല്ല, 2 വിട്ടുണ്ട്. എപ്പോ? അത് ശരി. അപ്പൊ നിങ്ങൾ രാവിലെ 2 വിട്ട്, ഞാൻ വിട്ടതിന് മാത്രമേ ഉള്ളൂ കുഴപ്പം. ഷോട്ട് വിട്ട കാര്യമാണ് പറഞ്ഞത്. അയ്യോ, പറഞ്ഞു കൊടുക്ക്. പറയട്ടെ. പറഞ്ഞു. ക്ഷമിക്കണം, ഞാൻ വരാൻ അല്പം ലേറ്റ് ആയി പോയി. ക്ഷമിക്കണം, ഞാൻ വരാൻ അല്പം ലേറ്റ് ആയി പോയി. വരാൻ ലേറ്റ് ആയി പോയി. ഓ, ഇവിടെ എന്തൊക്കെ അബദ്ധങ്ങളാണോ പറയുന്നത്? ഇതുപോലുള്ള സീരിയലൊന്നും ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ഷോസ് വരാൻ പാടില്ല. സർ, സെബാസ്റ്റ്യൻ എഴുതി വെച്ചേക്കണം. സെബാസ്റ്റ്യൻ എഴുതി പോലൊക്കെ ഷൂട്ട് ചെയ്യായിരുന്ന സീരിയൽ മുന്നോട്ട് പോവോ? ഇംഗ്ലീഷ് വേണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കാം. നോം വരാൻ അല്പം വൈകി പോയി. സോറി വേണ്ട. സോറി. ഇതുപോലുള്ള പുരാണ സീരിയൽ മറ്റൊരു ഭാഷയും വരാൻ പാടില്ല. അപ്പൊ പുരാണ സീരിയലൊക്കെ ഹിന്ദി പറയുന്നതോ? എന്ത് കിട്ടി പറയുന്നു? കേട്ടിട്ടില്ലേ? മഹാഭാരതം. തനിക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി പറഞ്ഞു. ലിപ്പ് അറിയില്ല, നമുക്കത് എഡിറ്റിംഗ് ശരിയാക്കാം. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ മലയാളത്തിൽ പറയണോ? അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് ഡയലോഗ് പറഞ്ഞു. അങ്ങോട്ട് കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി വെച്ചോട്ടോ. റെഡിയല്ലേ? സാർ. ആക്ഷൻ. വിക്കൊക്കെ പറഞ്ഞു പോയി. ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ. നല്ല പച്ചക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചേട്ടൻ ലിപ്സ്റ്റിക് ഇടണ്ടേ? ചേട്ടൻ ഹനുമാനല്ലേ? ഈ മാസ്കിന് വെക്കാനുള്ള. പിന്നെ എന്തൂട്ടിന് ലിപ്സ്റ്റിക് ഇടണേ? ആ ഇടിയപ്പം മുട്ട കറിയ ഇന്നൊരു കലക്കും. അവിടെ പോയി കിടക്കണോ? അവിടെ ഷോട്ട് റെഡി ആക്കാണ്ടില്ലേ? സാറ് വിശന്നിട്ട് വയറ് കത്തി ആഹാരം കഴിച്ചെടുത്താ പോരെ? അത് കഴിഞ്ഞിട്ട് തനിക്ക് കഴിച്ചൂടെ? രാജീവ് പെട്ടെന്ന് മാസ്ക് എടുത്ത് കേട്ടോ. ഒരു മുട്ട. സൂക്ഷിക്കണം. ഇവിടെ ചില ഇഴജന്തുക്കളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇഴജന്തുക്കളൊന്നും കാണാൻ വഴിയില്ല. വല്ല മൂർഖനോ കരിമൂർഖനോ ആണല്ലോ. അങ്ങനെ താൻ എന്നെ പേടിപ്പിക്കലോ. ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ. പേടിക്കാതെ നടക്ക് തിരുമേനി. മനുഷ്യന് മര്യാദക്ക് വെളിച്ചിരിക്കാനും സമ്മതിക്കില്ല. വൃത്തിയിട്ടോ മലയാളം പറയുന്ന പുലിയോ? എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവന്മാരൊക്കെ എന്നെ ഭ്രാന്തുണ്ടോ? ഞാൻ പുലിയെ നല്ലടോ. പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ച് മനുഷ്യന്റെ വയറ് മുഴുവൻ പഞ്ചറായി. അത് പുലിയല്ല, ഏതോ ഒരുത്തൻ പുലിവേഷം കെട്ടി വിളക്കരുത്തതാ. സാർ, ഇനി നമ്മൾ പോകുന്നത്. അയ്യോ, ഞാൻ റെഡി സാർ. ആരാ? അല്ല, ഷോട്ട് റെഡിയാന്ന് പറഞ്ഞു. എന്താ ഇത്? ആരാ ഇത്? ഹനുമാനായിട്ട് അഭിനയിക്കുന്നത്. ഹനുമാൻ എന്താ വന്നത്? അല്ല, എന്റെ വേഷം വിശപ്പ്. ഹനുമാന്റെ സംഭവം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുഗ്രീവൻ വന്നിട്ട് അടുത്ത ഷോട്ടിലാ വെച്ചേക്കണം. സുഗ്രീവൻ വരണം. സുഗ്രീവൻ വന്നിട്ട് എടുക്കാൻ പറ്റും കേട്ടാ. സുഗ്രീവൻ വന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഹനുമാനെ. അല്ല, മുട്ട ഇടിയപ്പോ കഴിച്ചില്ല, പട്ടിണിയാ. അയ്യോ, ഇതുപോലുള്ള സീരിയലിലൊക്കെ വരുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരണ്ടേ? ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ? അല്ല, സെറ്റിലെ ഫുഡ് അടിപൊളിയാന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ടാ. ആഹാ, സെറ്റിലെ ഫുഡ് അടിപൊളിയാണല്ലേ? പെട്ടെന്ന് ഷോട്ട് എടുക്കാം കേട്ടാ. വെയിറ്റ് ചെയ്യ്. സുഗ്രീവനൊന്ന് വന്നോട്ടെ. ഇപ്പൊ റെസ്റ്റ് എടുക്ക്. സുഗ്രീവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വയർ നിറച്ച് കഴിക്കാലോ. ചെല്ലി അടുത്ത എന്താന്ന് പറഞ്ഞത്? അത് അയ്യപ്പന്റെ ആണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്.
എന്താ പ്രശ്നം? ജിമ്മി പറഞ്ഞു അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുവോളെന്നാ, ഷോട്ട് മാറ്റി വെക്കണമെന്നാ. മൈ ഗോഡ്, എനിക്ക് മേലെ എന്താ പ്രശ്നം? ജിമ്മി എന്ന് പറഞ്ഞു അയ്യപ്പനോട് പോയി പറ. ലഞ്ചിന് ശേഷം വെച്ചാൽ. ലഞ്ചിന് ശേഷം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജിമ്മി. ഹലോ, എക്സിക്യൂട്ടീവ് ജിമ്മിയാണ്. എന്തോ ഹരിശ്രേഷന്റെ ദിലീപിന്റെ നമ്പറോ? അയ്യോ, അതൊന്നും കാണാതറിയില്ല, ബുക്കിൽ എഴുതി വെച്ചിരിക്കുക. ഇന്ദ്രൻസിന്റെ അറിയില്ല. അതെ അതെ. എന്തോ പലരുടെ സതി 9846381048. അതെ അതെ, കണ്ടശാങ്കട ലീല. അത് അവളുടെ PP നമ്പറാണ് 0484750732. കേട്ടോ? താൻ എവിടെ പോയി കിടക്കാറ്? ഞാൻ എത്ര നേരം തന്നെ വിളിക്കാം. ഞങ്ങൾ പോട്ടെ, നാളെ കാണാം. ഇവിടെ അയ്യപ്പനായിട്ട് അഭിനയിക്കുന്ന ആളെവിടെ? സിജു ആയാലും കുജു ആയാലും ആളെവിടെയെന്ന് പറ. രാവിലെ 10 മണിക്ക് ഒരു ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് പോയതാ. ഫുൾ അയ്യപ്പന്റെ മേക്കപ്പിലാ പോയിരിക്കുന്നത്. ഇപ്പൊ വരും. തിരുമേനി, അയ്യപ്പൻ മോട്ടോർ സൈക്കിളിൽ വരുന്നു. എടോ ഡൂപ്പേ, കാലം മാറിയതനുസരിച്ച് കോലം മാറിയതായിരിക്കും. അന്ന് പുലിപ്പുറത്ത്, ഇന്ന് ബൈക്കിന്റെ പുറത്ത്. അതെ, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാൽ ഏറുന്നില്ല. ഒന്ന് കക്കൂസി പോകാൻ വരെ പറ്റണില്ല. രക്ഷപ്പെടുത്താൻ അയ്യപ്പനും ഇല്ല. അതെ, പുലി ഇപ്പൊ എന്റെ പുറത്തേക്ക് കയറി തുടങ്ങിയോ? തലയിരിക്കുമ്പോ പുലി അടണ്ട. ഡയറക്ടർ എവിടെ? അവിടെയുണ്ട്. ചൂടിലാണെന്നോ? ഐസിലാ. ചെല്ലി എന്റെ ദൈവമേ, പാടും. വന്നോ? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? തനിക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ വേറെ അയ്യപ്പനെ വെച്ചോളാം. എന്റെ പൊന്നെ സാറേ, എക്സ്ട്രീംലി സോറി സാർ, എന്നോട് ക്ഷമിക്കണം. വരുന്ന വഴി ഒരു ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. ദേവി തന്നെ പിരിച്ചു വിടരുത്. തിരുമേനി, പണ്ടൊക്കെ ദൈവങ്ങളുടെ കാലിൽ മനുഷ്യരാ വീണിരുന്നത്, ഇപ്പൊ മനുഷ്യരുടെ കാലിൽ ദൈവങ്ങള് വീഴുന്നു. കലികാലമല്ലടോ, ഇതല്ല, ഇതിലപ്പുറം സംഭവിക്കും. നല്ല മോനെ ഉള്ളവരെന്ന് നോക്കി എന്റെ നെഞ്ചത്തോടെ കൊണ്ടുപോടോ. റെഡിയാവോ അയ്യപ്പ? സാറേ, ഈ അയ്യയ്യേ. അതെ, നമുക്കത്. സാറേ, അപ്പൊ എന്റെ കാര്യം എന്താ പ്രശ്നം? എന്താ? അല്ല, പട്ടിണി ലഞ്ച് കഴിച്ചില്ല ഇതുവരെ ആയിട്ട്. ലഞ്ച് കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അതെ, സുഗ്രീവൻ വരണം, എന്നാലേ ഹനുമാനെ കൂടി ചേർത്ത് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. അപ്പൊ സുഗ്രീവൻ വന്നാലേ എനിക്ക് അഭിനയിക്കാനും ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. സാറ് സുഗ്രീവന്റെ നമ്പർ ഞാൻ വിളിച്ചു ചോദിക്കാം. മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് സുഗ്രീവൻ നമ്പർ. സഹിക്കേണ്ടി വരും. ഒരു തീറ്റ ഭ്രാന്തൻ. എന്റെ പൊന്ന് സാറേ, സുഗ്രീവൻ നൈറ്റിലേ വരുള്ളൂ. ആ സീൻ നൈറ്റിലേക്ക് മാറും. അപ്പൊ ഹനുമാൻ ഇന്ന് പട്ടിണി. ഒരാടെങ്കിലും ഫുഡ് ലാഭിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ആ സീൻ എടുത്ത് രാത്രി വെച്ചത്. ബുദ്ധി. തിരുമേനി, അത് കണ്ടോ? അവിടെ ഒരു കത്തിവേഷം. കത്തിവേഷോ? അയ്യോ, കത്തിവേഷമല്ല, തെറ്റി. കത്തനാറിന് വേഷം. അതും സീരിയൽ ടീം തന്നെ. 4000, 5000, 6000, 7000, 8000, 900. 1000 രൂപയുണ്ട്. തന്റെ കൂലി 500 കഴിച്ച് ബാക്കി 500 ഇങ്ങോട്ട് തരണം. എന്നതാണോ ഇത്? എന്താ? അല്ല പ്രൊഡ്യൂസറെ, പഴയ പോലെ റേറ്റ് ഒന്നും ഇല്ലല്ലോ. റേറ്റ് മാത്രമല്ല, പഴയ പോലെ റേറ്റിംഗും. ഇപ്പൊ പഴയ പോലെ മാജിക്ക് അങ്ങോട്ട് ഏക്കുന്നില്ല. അല്ലട ജിക്ക് മാത്രല്ല, പഴയ പോലെ സീരിയൽ ഏൽക്കണില്ല. എനിക്കൊരു ഐഡിയ. നമ്മുടെ മോഹൻലാൽ ചെയ്ത പോലെ ഒരു ഫയർ എസ്കേപ്പിംഗ് പരിപാടി അങ്ങോട്ട് ചെയ്താലോ? സംഭവം കത്തിക്കേറും. കത്തിക്കേറല്ല, അതോടെ താൻ കത്തി തീരും. ഉള്ള കാശ് കൊണ്ട് വീട്ടിൽ പോകാൻ നോക്കണേ. അല്ല സാറേ, ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേട്ട് പോയാ എന്താണോ? എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു കടക്കാരനാണ്. കടം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച ആകുമ്പോൾ ഉള്ള പാണ്ടിയെല്ലാം കൂടി വീട്ടിൽ കയറും. കടക്കാരനായി എന്നെ സാറ് രക്ഷിക്കണം. തിരുമേനി, അവ കടമറ്റത്ത് കത്തനാരല്ലേ, കടം അങ്ങ് അറ്റത്തെത്തിയ കത്തനാരാ. അതെ അതെ, ലീലേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. താനിത് എവിടെ പോയി കിടക്കുന്നു? എത്ര സമയമായി വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ? അതെ, വരുന്ന വഴിയിൽ വെച്ച് ഹെൽമെറ്റ് തന്നെ പോലീസ് പിടിച്ചേ. അപ്പൊ ഹെൽമെറ്റ് അല്ലേ ഇരിക്കണത്? അതൊരു തലക്കല്ലുള്ളൂ, ബാക്കി 9 തലക്കില്ലല്ല. ഒരു തലക്ക് 100 വെച്ച് 900 രൂപ മേടിച്ചത്. നല്ല പുലിയായാ മതിയായിരുന്നു. എടോ ഡൂപ്പേ, ഇവര് പകല് തുടങ്ങിയ സീരിയലിന്റെ ഷൂട്ടിങ് പാചകമായിട്ടും തീർന്നില്ലല്ലോ. ഇവർക്ക് വീടും കുടിയൊന്നും ഇല്ലേ? വീടവിടെ, കുടി ഇവിടെ. അപ്പൊ കിടപ്പോ? കിടപ്പിവിടെ. എവിടെയാ ഡൂപ്പേ? അതാരാ നിക്കണേ? നിൽക്കുന്നതാണ് മുത്തപ്പൻ. ഏത് പറശ്ശിനിക്കടവ് മുത്തപ്പനാ? പറശ്ശിനിക്കടവ് മുത്തപ്പനല്ല, മലയാറ്റൂർ മുത്തപ്പൻ. വിശുദ്ധ തോമസ് ലീഹ.
ഒരു മെഗാ ബൈബിൾ പരമ്പര. എന്റെ മുത്തപ്പോ എടാ താനെന്ത് വർത്താനം പറഞ്ഞേ? റേറ്റിംഗ് കുറഞ്ഞു പോയി പറഞ്ഞ എന്റെ ബാക്കിട്ട് എന്താ കാര്യം? ഞാൻ വെറും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. എനിക്കൊന്ന് വീട്ടിൽ പോണം. താൻ എന്താണ് ഇപ്പൊ വീട്ടിൽ പോണത്? തന്നെ തോമസ് ആയിട്ട് വീട്ടുകാർ സ്ഥിരം ടിവിയിൽ കാണുന്നില്ലേ? എന്നെ വീട്ടുകാർ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ അവരെ കണ്ടാലേ കാര്യം നടക്കുള്ളൂ. എക്സ്ക്യൂസ് മീ സാർ, ഞാൻ അപ്പുറത്തെ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പൊ പട്ടിണിയാണ്, അല്ല ബ്രേക്ക് ആണ്. ഇവിടെ പറ്റിയ വല്ല വേഷം ഉണ്ടെങ്കിൽ. ദൈവമേ, തോമസ് ലീയുടെ സീരിയലിൽ ഹനുമാനി വേഷം. ഞാൻ മല ചുമക്കും. ഓ എടോ, ഹനുമാൻ ചോന്ന് മരുത്തോമലയാണ്. ഇവിടെ ഞാൻ മലയാറ്റൂർ മല ചുമക്കാം. എല്ലാം മലയല്ല. മാറണോ? ഈടോ ഈ സെറ്റിൽ ആരുമില്ലടോ ഇയാളൊന്ന് പൊക്കിക്കൊണ്ടുപോവാൻ. രണ്ട് കാലില് വന്ന ഹനുമാൻ 4 കാലില് പോണു. അതെ, നിങ്ങൾ അങ്ങനെ പറയരുത്. കൃഷ്ണനും യേശുവും തോമാസിലേക്കും ഒന്നാണ്. അയാള് പറഞ്ഞതാ ശരി, എല്ലാ ദൈവങ്ങളും ഒന്നാ. അത് തന്നെ ഞാൻ പറഞ്ഞത്. കൃഷ്ണനും യേശുവും തോമാസിലേക്കും ഒന്നാണ്. നമ്മുടെ രായപ്പൻ. അത് രായപ്പന്റെ വില രായപ്പന് മനസ്സിലാവാൻറ്റാ. രായപ്പനും നിന്ന് തന്നാ മതി. റേറ്റ് കൂട്ടുന്ന ഞാൻ ഏറ്റ്. എടാ, ഒന്നിലും നിനക്ക് എന്നേക്കാൾ കൂടുതൽ കാശ് നിനക്ക് ഡബ് ചെയ്യുന്ന ആൾക്ക് ഞാൻ കൊടുക്കുന്നില്ലേ? പിന്നെ ഈ കുരുവിയുടെ ഒച്ചല്ലേ തോമസിലേക്ക് ഡബ് ചെയ്യണത്. അതെ, എന്താണ് തന്റെ ഉദ്ദേശം? ഹലോ, തനിക്ക് ഭാര്യ മക്കളൊന്നും വേണ്ടേ? സാറേ, ആ തോമാസിയുടെ പെണ്ണുമ്പിള്ള തെറ്റിക്കിടന്ന് അലമ്പുണ്ടാക്കണ്ട്. ഇവിടെ ആ കൊളാക്കുന്നോ തോന്നണേ. ശരി സാർ, ഓക്കെ സാർ. എന്റെ അമ്മിണി, നീ കിടന്ന് ബഹളം വെക്കല്ലേ. ഞാനിവിടെ തോമസിലേക്കാണ്. എനിക്കിവിടെ ഇമേജ് ഉള്ളതാണ്. ഇമേജ് മാത്രല്ല, 2 പിള്ളേർ കൂടി ഉള്ളതാ. അത് തനിക്കറിയോ? പിള്ളേർ എല്ലാ ദിവസവും അച്ഛനെ വിളിച്ച് കരയും. ഞാൻ ടിവിയിൽ കാണിക്കും. പിന്നെ അതും കുഴപ്പമായി. എന്ത് പറ്റി? നിങ്ങൾ ഒരു ദിവസം തോമസിലേക്കാണെങ്കിൽ പിറ്റേന്ന് കൃഷ്ണനായിട്ട് വരും. അത് കഴിഞ്ഞ് യൂദാസ് ആവും. പിള്ളേർക്ക് തിരിച്ചറിവായാൽ എന്നെ തെറ്റിദ്ധരിക്കില്ലേ? എന്റെ അമ്മിണി, എന്നെ നാറ്റിക്കല്ലേടി. പാതിരാത്രി കരുത്ത ബാവ് ആകാശത്തിന് ചന്ദ്രൻ പോലും നിശബ്ദമാകുന്നു. നക്ഷത്രങ്ങൾക്ക് വരെ പേടി. മന്ദമാരുന്നൊരു കൊടുങ്കാറ്റായി കടന്നുപോയി. ഈ സമയം വിജനമായൊരു സ്ഥലത്തു കൂടി കടവറ്റത്ത് ഹസനാർ, അതായത് ഞമ്മള് തന്നെ, കയ്യില് മുട്ടയുമായി നടന്നു വരുന്നു. കയ്യില് മുട്ടേ, ഇതൊക്കെ മുട്ട. കൊള്ളാം. എന്നിട്ട് കടമറ്റത്ത് ഹസനാർ മുട്ടയും കയ്യിൽ പിടിച്ച് വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്നു. എന്ത് വൃത്തികേടാണ് ചോദിച്ചത്? സ്ക്രിപ്റ്റ് ഇതല്ലേ സ്ക്രിപ്റ്റ്? ഈ സ്ക്രിപ്റ്റ് ശരിയല്ല. ഇതിനെന്താ കുഴപ്പം? എടാ, ഒരിക്കലും ഒരു കാക്ക വെള്ളത്തിന്റെ പുറത്ത് നടക്കൂല. കാരണം വെള്ളം നമുക്ക് ഹറാമാണ്. ഇത് ആ വെള്ളമല്ല, ഇത് പുഴവെള്ളത്തിന്റെ പുറത്തുകൂടി നടക്കണോന്ന്. അങ്ങനെ പറ. മറ്റേ വെള്ളം വാട്ടർ അല്ല മോനെ. നമ്മുടെ സഹായി അന്തർമാനായിട്ട് അഭിനയിക്കുന്ന ആരാണ്? അന്തർമാനായിട്ട് ഇപ്പോ നമ്മള് മതിയാ. അതെ, നിർഭാഗ്യവശാൽ ഹനുമാനാവേണ്ടി വന്ന സുലൈമാൻ. മോനെ സുലൈമാനെ, അനക്ക് പറ്റിയൊരു പേച്ച് നമ്മളിവിടെ റെഡിയാക്കി പറ്റുന്നുണ്ട്. ആദ്യം നിന്റെ മുഖത്ത് ഫിറ്റ് ചെയ്തേക്കണേ കുണ്ടാമുണ്ടിയൊക്കെ വലിച്ച് ദൂരക്കള. എന്നിട്ട് നീ നമ്മുടെ കൂടെ അത്രമാനായിട്ട് അങ്ങോട്ട് കൂടിക്കോ. രാവിലെ തൊട്ട് വിചാരിക്കണം പണ്ടറങ്ങല്ല താൻ ഇവിടെ ഒന്ന് നിൽക്കണോ? ഹനുമാന്റെ സീന എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെ വിളിക്കുന്നുണ്ട്. താൻ ഇങ്ങോട്ട് വന്നേ. നീ പോടാ. നിന്റെ ഡയറക്ടറോട് പോയി പറ ഞാനിവിടെ അന്തർമാനായി. ഹനുമാൻ വായിലോട്ട് നോക്കിയാൽ കടന്നു പോരാ. അവിടെ നിന്നെ അടിച്ച് എന്നെ ഒടിക്കും. എന്താണിത്? ഇതാണ് വാൽപ്പൈ. അതുകൊള്ള ബാബുളിച്ചു കണ്ട സ്ക്രിപ്റ്റ് തന്നെ നോക്കട്ടെ. അങ്ങനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് പോയയും കടന്ന് കള്ളിയങ്കാട്ട് പാത്തുമ എന്ന പ്രേതത്തിനെ മുട്ടയിൽ ആവാഹിക്കുന്നു. കൊള്ളാം. അപ്പൊ പാത്തുമ്മേനെ ആവാഹിക്കാനുള്ള മുട്ടയാണിത്. പാത്തുമ്മ ഈ മുട്ടയിൽ കൊള്ളൂ. ഈ സീരിയലും തുടക്കത്തിലേ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. എങ്കക്കട സകല ദൈവങ്ങളെ സീരിയലുകാര് കൊണ്ടുപോയി മാനം കളഞ്ഞെന്റെ നമ്പ്രാ. കാത്ത് സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി. ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്ത് ഛേദം എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി. ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്തു ഛേദം എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. പുലിപ്പുറത്തേറി
വരുന്നൊരു അയ്യപ്പൻ. പുലിപ്പുറത്തേറി വരുന്നൊരു അയ്യപ്പൻ റേറ്റിംഗിൽ കേറി അങ്ങ് കത്തി. ഗുരുവായൂരപ്പന നേരത്ത് ഞെട്ടി. അപ്പറ ചാനലിൽ മാതാവ് ചെത്തുമ്പോൾ ഇപ്പറ ചാനലിൽ ഈശോ. താണ്ടേ ഇപ്പറ ചാനലിൽ ഈശോ. കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി. ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്തു ഛേദം. എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. മാജിക് കാട്ടണ കത്തനാരച്ചൻ. അയ്യോ ദേടി സൂസി കത്തനാരച്ചൻ. മാജിക് കാട്ടണ കത്തനാരച്ചൻ. മാജിക് കാട്ടണ കത്തനാരച്ചൻ ചാനലിൽ നിന്നൊന്ന് മുങ്ങി. എന്നിട്ട് വേറൊരു ചാനലിൽ പൊങ്ങി. പരിശുദ്ധ അന്തോണിയും തോമസ് ലീയും തമ്മിൽ മത്സരം ഒരു കാലം. ചാനലിൽ തമ്മിലടിക്കണ കാലം. കാത്തു സൂക്ഷിച്ചൊരു ദൈവത്തിൻ രൂപങ്ങൾ സീരിയലുകാർ വന്ന് പൊക്കി. ഭക്തിയുടെ പേരും പറഞ്ഞങ്ങ് പൊക്കി. ക്രിസ്തുവും കൃഷ്ണനും തമ്മിലടിച്ചെന്നാൽ സീരിയലുകാർക്കെന്തു ഛേദം. എന്നെന്നും ചാനലുകാർക്കല്ലോ ലാഭം. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെ കാണണേ. കണ്ടില്ലേ, ഭക്തന്മാർ ഭയഭക്തിയോടെ ആരാധിക്കുന്ന അവരുടെ ദൈവങ്ങളെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാ കഥകൾ ഉണ്ടാക്കി വികൃതമാക്കി. ദൈവത്തെ വിറ്റ് പോലും കാശുണ്ടാക്കുന്നു, അതും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ. പണ്ട് കേരളനാട് വാണ അസുര രാജാവേ, നന്മ ചെയ്ത് താണു പോയൊരു നല്ല രാജാവേ. ദേമാവേലി കുമ്പത്തിന്റെ ഈ മഹത്തായ 15-ാം വർഷവും ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നാദ് ഗ്രൂപ്പിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പണ്ട് കേരളനാട് വാണ അസുര രാജാവേ, നന്മ ചെയ്ത് താണു പോയൊരു നല്ല രാജാവേ. തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മി തക്കിട്ട തക്ക ധിമ്മിത്തോ തിരുവോണം. മാവേലി മന്നൻ പണ്ട് കേരളം ഭരിച്ചപ്പോൾ പ്രജകൾക്കെന്നെന്നും പൊന്നോണം. ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ പ്രജകൾ നെട്ടൊട്ട് മോടുമ്പോൾ എന്തോണം. ആ നല്ല നാളിൻ ഓർമ്മകൾ, പൊന്നോണ നാളിൻ പെരുമകൾ, അത് കേരളനാടിന് നഷ്ടമാകുന്നു. വലതു ഭരിച്ചിട്ടും ഇടതു ഭരിച്ചിട്ടും ഭരണം രാജകീയതോ സഹതിമിതോ.